ഹലോ മച്ചമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. കോൾറാഡോ എന്നൊരു നഗരം. ആ നഗരത്തിന്റെ ഒരു ഭാഗത്തായിട്ട് ഒരു ഫോറസ്റ്റ് ഉണ്ട്. എന്നാൽ ഈ ഇടയായിട്ട് ആ ഫോറസ്റ്റിൽ നമ്മൾ മനുഷ്യർക്ക് പരിചിതമല്ലാത്ത ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ദുരൂഹമായ പല മരണങ്ങളും അവിടെ സംഭവിക്കുകയാണ്. ആ ടൗണിലേക്ക് വരാനിരിക്കുന്ന ആ വലിയ ആപത്ത് അതെന്താണെന്ന് ആ നാട്ടുകാർ മനസ്സിലാകുന്നതിന് മുന്നേ ആയിട്ട് തന്നെ അതവരെ പിടിച്ചു കഴിഞ്ഞായിരുന്നു. അതിൽ നിന്നും ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയുമോ? എന്താണ് ആ വലിയ ആപത്ത്? നമുക്ക് കഥയിലേക്ക് പോയി തന്നെ അത് മനസ്സിലാക്കാം. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. പോകാം കഥയുടെ ഈ മായാ ലോകത്തിലേക്ക്. അതിമനോഹരമായ ഒരു കാട്. ഈ കാടിന്റെ ഏതോ ഒരു ഭാഗത്ത് അബോധാവസ്ഥയിൽ കിടക്കുന്ന ഒരു കുട്ടിയെ കാണിക്കുകയാണ്. അവന് ബോധം വന്ന സമയത്ത് ചെറുതായിട്ട് അവന് ചുമ വരുന്നുണ്ടായിരുന്നു. തൊട്ടപ്പുറത്ത് തന്നെ ബോധമില്ലാതെ അവന്റെ അച്ഛനും കിടക്കുന്നുണ്ട്. എന്നാൽ അല്പനേരം കഴിഞ്ഞപ്പോൾ ഈ ആളുടെ കണ്ണ് തുറക്കുകയാണ്. ഇയാൾക്ക് വല്ലാത്ത നെഞ്ചുവേദന എടുക്കുന്നുണ്ട്. അധികം വൈകിയില്ല, ഇയാളുടെ നെഞ്ചിന്റെ ഭാഗം പിളർന്നുകൊണ്ട് ഉള്ളിൽ നിന്നും എന്തോ ഒന്ന് പുറത്തേക്ക് വരികയാണ്. ഇത് കണ്ട് ഭയന്നു നിൽക്കുന്ന ഈ കുട്ടിയുടെ ഉള്ളിലും ഇത് തന്നെ സംഭവിക്കുകയാണ്. പിന്നീട് ഇവരെ രണ്ടുപേരെയും തേടിക്കൊണ്ട് ആ നാട്ടിലെ പോലീസുകാരും ആളുകളും മുഴുവനായിട്ടും ആ ഒരു കാട് അരിച്ചു പെറുക്കുന്നുണ്ട്. അർദ്ധരാത്രിയായി കഴിഞ്ഞപ്പോൾ ഒരു പോലീസുകാരനൊഴികെ ബാക്കിയുള്ള എല്ലാവരും തിരിച്ചു പോവാണ്. അങ്ങനെ ഈ പോലീസുകാരൻ രാത്രിയിൽ ആ കാട്ടിലൂടെ എന്തെങ്കിലും കാണുമോ എന്ന് നോക്കി നടക്കുന്ന സമയത്ത് അവ്യക്തമായ ഒരു രൂപം കാണുകയാണ്. കണ്ടാൽ മനുഷ്യനെ പോലെ തോന്നിക്കുമെങ്കിലും അതൊരു മനുഷ്യനല്ലായിരുന്നു. ഈ പോലീസുകാരൻ വല്ലാതെ ഭയന്നു പോവുകയാണ്. തിരിഞ്ഞോടാൻ ശ്രമിച്ചെങ്കിലും ആ പോലീസുകാരനെ കൊണ്ട് അതിന് സാധിക്കുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം ബാക്കിയുള്ള പോലീസുകാർ ഈ പോലീസുകാരനെ തേടിക്കൊണ്ട് കാട്ടിലേക്ക് വരുന്ന സമയത്ത് ഇവർ കാണുന്ന കാഴ്ച ആരെയും ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു. അതായത് ഇന്നലെ രാത്രി ഒറ്റയ്ക്ക് ഈ കാട്ടിലൂടെ സെർച്ചിന് വന്ന ആ പോലീസുകാരന്റെ ശരീരത്തിലെ തൊലി മുഴുവൻ ആരോ ഒരിഞ്ഞെടുത്ത് ആ മരത്തിൽ തൂക്കിയിട്ടിരിക്കുകയാണ്. ശരിക്കും എന്താണ് ഈ പ്രദേശത്തിൽ നടക്കുന്നത്? കോൾറാഡോ എന്ന ഈ പ്രദേശത്തേക്ക് വരാനിരിക്കുന്ന വലിയൊരു ദുരന്തത്തിന്റെ തുടക്കമായിരുന്നു അത്. എന്നാൽ ഇത് എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ നമ്മൾ കുറച്ചു ദിവസം പിന്നിലേക്ക് പോകണം. കഥയുടെ ആരംഭം അത് ഭൂമിയിലല്ല, അങ്ങ് സ്പേസിലാണ്. അതായത് ഭൂമിയിൽ നിന്നും പുറത്തേക്ക് പോയ ഒരു ഏലിയൻ സ്പേസ്ഷിപ്പ്. ഈ ഏലിയൻസിന്റെ പേര് പ്രിഡേറ്റേഴ്സ് എന്നാണ്. എന്നാൽ ഭൂമിയിൽ നിന്നും പോയപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പ്രിഡേറ്റേഴ്സ് അവൻ ഇൻഫെക്റ്റഡ് ആയിരുന്നു. സീനോമോർഫ് എന്ന മറ്റൊരു ഏലിയൻ കാരണം. അതുകൊണ്ട് തന്നെ ഇപ്പൊ മരിച്ചു കിടക്കുന്ന ഈ ഒരു പ്രിഡേറ്റർ ഉണ്ടല്ലോ, അതിന്റെ ഉള്ളിൽ നിന്നും മറ്റൊരു ഏലിയൻ പുറത്തേക്ക് വരികയാണ്, അതിന്റെ നെഞ്ച് പൊളിച്ചുകൊണ്ട് തന്നെ. എന്നാൽ ഈ സ്പേസ്ഷിപ്പിലുള്ള ബാക്കിയുള്ള പ്രിഡേറ്റേഴ്സ് ഈ കാര്യം അറിയുന്നില്ല. ഓൾറെഡി പലതരം ഏലിയൻസിനെ പരീക്ഷണങ്ങൾക്കായിട്ട് പ്രിഡേറ്റേഴ്സ് ഇതിന്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ടുണ്ട്. എന്നാൽ ഈ പ്രിഡേറ്റേഴ്സ് ഒന്നും അറിയുന്നില്ലായിരുന്നു മറ്റൊരു ഏലിയൻ ഇതിനുള്ളിൽ ജനിച്ചു കഴിഞ്ഞു എന്ന്. അസാധാരണമായ വേഗത്തിൽ അവൻ വളരുന്നുണ്ടായിരുന്നു. പിന്നീട് ആ സ്പേസ്ഷിപ്പിൽ ഉണ്ടായിരുന്ന ഓരോ പ്രിഡേറ്റേഴ്സിനെയും അവൻ ഇല്ലാതാക്കുകയാണ്. ഒരു ഘട്ടത്തിൽ ഇങ്ങനെയൊന്നും ഇവിടെ ഉണ്ടായി എന്ന് മനസ്സിലായിട്ട് ബാക്കിയുള്ള പ്രിഡേറ്റർ അതിനെ വേട്ടയാടാൻ തുടങ്ങിയ സമയത്ത് ഈ ഷിപ്പ് ഡാമേജ് ആവുകയാണ്. ഭൂമിയിൽ നിന്നും പോവാൻ ശ്രമിച്ച ആ ഒരു ഷിപ്പ് ഭൂമിയിലേക്ക് തന്നെ വന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. ഇതേ നേരം ഭൂമിയിലെ കോൾറാഡോ എന്ന പ്രദേശത്തിലെ ഒരു ഫോറസ്റ്റ് കാണിക്കുകയാണ്. അവിടെ ഒരു അച്ഛനും മകനും, അച്ഛന്റെ പേര് ബഡ്ഡി, അതുപോലെ തന്നെ മകന്റെ പേര് സാം, രണ്ടുപേരും വേട്ടയാടാൻ വേണ്ടിയിട്ടാണ് കാട്ടിലേക്ക് വന്നിരിക്കുന്നത്. എന്നാൽ ആ സമയത്താണ് ആകാശത്തിൽ നിന്നും എന്തോ ഒരു സാധനം കാട്ടിലേക്ക് വന്ന് വീഴുന്നതായിട്ട് ഇവർ കാണുന്നത്. ഉള്ളിൽ ഭയം ഉണ്ടായിരുന്നെങ്കിലും ഇവര് രണ്ടുപേരും, ബഡ്ഡിയും സാമും കൂടെ നേരെ ആ വന്ന് വീണത് എന്താണെന്ന് നോക്കാൻ വേണ്ടി പോവുകയാണ്. ശരിക്കും അവർ അത്ഭുതപ്പെട്ടു പോയി. അതായത് ഭൂമിയിൽ കണ്ടുവരുന്ന സാധാരണ രീതിയിലുള്ള ഒരു വിമാനമോ അല്ലെങ്കിൽ ഒരു ഹെലികോപ്റ്ററോ ഒന്നും ആയിരുന്നില്ല. കാരണം ഇതൊരു ഏലിയൻ സ്പേസ്ഷിപ്പാണ്. എന്നാൽ ഇവിടെ നിൽക്കുന്നത് അത് വലിയ അപകടം വിളിച്ചു വരുത്തുമെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ബഡ്ഡി മകനായിട്ടുള്ള സാമുമായിട്ട് വേഗം തന്നെ ഇവിടുന്ന് പോവാണ്. എന്നാൽ അതിനു മുന്നേ ആ അപകടം അവരുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. പ്രിഡേറ്റേഴ്സ് പരീക്ഷണങ്ങൾക്കായിട്ട് ആ ഷിപ്പിൽ വച്ചിരുന്ന ഏലിയൻസ് അത് ബഡ്ഡിയും മകനെയും പിടികൂടുകയാണ്. അതായത് അവരെ കൊല്ലാനല്ല അത് ശ്രമിക്കുന്നത്, അവരുടെ തലയിൽ വന്ന് ഈ രണ്ട് ഏലിയൻസും അള്ളി പിടിച്ചങ്ങനെ നിൽക്കുകയാണ്. അതേ സമയത്ത് തന്നെ ബഡ്ഡിയുടെയും സാമിന്റെയും ബോധം നഷ്ടമാകുന്നുണ്ട്. ഇതിനുശേഷം കാണിക്കുന്നത് മറ്റേതോ ഒരു ലോകമാണ്, മറ്റൊരു ഗ്രഹം തന്നെ. ചിലപ്പോൾ ഈ പ്രിഡേറ്റേഴ്സിന്റെ ഗ്രഹമായിരിക്കണം. എന്തായാലും കണ്ടാൽ ഒരു മൃഗത്തെ പോലെ തോന്നുമെങ്കിലും ടെക്നോളജിക്കലി ഒരു ഭയങ്കര അഡ്വാൻസ് ആണ്. എന്തായാലും കൂട്ടത്തിലുള്ള ചില ആൾക്കാർക്ക് അപകടം ഭൂമിയിൽ വെച്ച് സംഭവിച്ചു എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ വേഗം തന്നെ ഒരു ടീം ഇവിടെ നിന്നും ഭൂമിയിലേക്ക് പോവുകയാണ്. ഇതിനുശേഷം കാണിക്കുന്നത് കോൾറാഡോയിലെ ഒരു പോലീസുകാരനെയാണ്. ആളുടെ പേര് എഡ്ഡി എന്നാണ്. മറ്റൊരു പോലീസുകാരനെ കാത്തുക്കാണ് ഈ എഡ്ഡി. ഇപ്പൊ ആ ഒരു പോലീസുകാരനും അങ്ങോട്ടേക്ക് വന്നു. സ്റ്റീഫൻ എന്നാണ് പേര്. അത്യാവശ്യം നല്ല ചെറുക്കുള്ള യങ് ആയിട്ടുള്ള ഒരാളാണ്. മറ്റെന്തോ ഡ്യൂട്ടി കഴിഞ്ഞ് അവൻ വന്നതാണ്. അപ്പൊ അവനെ കൂട്ടാനാണ് എഡ്ഡി ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ പോകുന്ന സമയത്ത് സ്റ്റീഫൻ അവന്റെ അനിയനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. റിക്കി എന്നാണ് അനിയന്റെ പേര്. അവനെ കാണാറുണ്ടോ എന്ന് എഡ്ഡിയോട് ചോദിക്കുമ്പോൾ കാണാറുണ്ട്, പലതവണയായിട്ട് കാണാറുണ്ട്. ഇതിനുശേഷം സ്റ്റീഫന്റെ അനിയനായിട്ടുള്ള റിക്കിയെ കാണിക്കുകയാണ്. അവൻ പഠിക്കുകയാണെങ്കിലും പാർട്ട് ടൈം ആയിട്ട് ഒരു പിസ്സ ഷോപ്പിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പൊ അവന്റെ ഗേൾഫ്രണ്ടിന്റെ വീട്ടിലേക്ക് ഒരു പിസ്സ ഡെലിവറി വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതെന്നെ കൊണ്ട് കൊടുക്കാൻ പറ്റില്ല എന്ന് റിക്കി പറയാണ്. എന്നാൽ ജോലി പോകും എന്ന് പറഞ്ഞപ്പോൾ റിക്കി ഞാൻ തന്നെ ചെയ്തോളാന്ന് പറയാണ്. ഇതിനുശേഷം കാട്ടിൽ പെട്രോളിങ്ങിന് പോയ ഒരു പോലീസുകാരനെ കാണിക്കുകയാണ്. അതായത് ഇവിടെ പഴയ ബങ്കറുകളുണ്ട്, ഹോംലെസ് ആയിട്ടുള്ള പല ആൾക്കാരും ഇവിടെ താമസിക്കാറുണ്ട്. ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്ന ഈ പോലീസുകാരൻ അവിടെ താമസിക്കുന്ന വൃദ്ധനായിട്ടുള്ള ആ ആളെ വിളിച്ചു പറയാണ്, നിങ്ങളോട് പലതവണ പറഞ്ഞതാണ് ഇവിടെ ഒന്ന് നിൽക്കരുത് എന്ന്. എന്നാൽ ഇതേ നേരം തന്നെ ഹോംലെസ് ആയിട്ടുള്ള ആ ഒരു മനുഷ്യനുണ്ടല്ലോ, ഹാരി, ഇയാളുടെ ഒരു ഡോഗ് എന്തോ ഒന്ന് കടിച്ചു കൊണ്ടുവന്നിട്ട് ഇവരുടെ മുന്നിലിടുന്നുണ്ട്. പോലീസുകാരൻ അതെന്താണെന്ന് നോക്കിയപ്പോൾ ഞെട്ടിപ്പോവാണ്. അതൊരു മനുഷ്യന്റെ കൈയായിരുന്നു. പെട്ടെന്ന് തന്നെ ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനുശേഷം
വീണ്ടും നമ്മുടെ റിക്കിയെ കാണിക്കുകയാണ്. അതായത് ഗേൾ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് ആ ഒരു പിസയുമായിട്ട് അവൻ വന്നിട്ടുണ്ട്. അവളുടെ പേര് ജസ് എന്നാണ്. ഇവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആണ്. അതുപോലെ തന്നെ ജസിന്റെ വേറെയും ഫ്രണ്ട്സ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവരുടെ മുന്നിലൂടെ ജസ് റിക്കിയും കൂട്ടിക്കൊണ്ട് കിച്ചണിലേക്ക് പോവാണ്. അത് ബാക്കിയുള്ളവർക്ക് അത്ര ഇഷ്ടമാവുന്നില്ല. അതേസമയത്ത് തന്നെ ജസ് പറയുന്നുണ്ട്, റിക്കി നീ അവരെ നോക്കണ്ട, ഒരു പ്രത്യേക ടൈപ്പാണ് അവർ, എന്തായാലും നമുക്ക് പിന്നെ കാണാന്ന് പറഞ്ഞിട്ട് റിക്കിയെ പറഞ്ഞേക്കാണ്. എന്നാൽ ആ പയ്യന്മാർക്ക് റിക്കി എന്തോ ഇഷ്ടമായില്ല. അതായത് റിക്കി കൂടുതലായിട്ട് ജസിനോട് അടുക്കുന്നത് അതിൽ ഒരുത്തിന് തീരെ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ റിക്കിയുടെ പിന്നാലെ വന്ന് അവനെ നന്നായിട്ട് മർദ്ദിക്കുകയാണ്. മാത്രമല്ല അവന്റെ കാറിന്റെ ചാവി എടുത്ത് അവിടെ ഉണ്ടായിരുന്ന ഓവുചാലുണ്ടല്ലോ അതിനുള്ളിലേക്ക് ഇടുകയാണ്. വേണമെങ്കിൽ നീ പോയി എടുത്തോന്ന് പറയണം. ഇതിനുശേഷം കാട്ടിൽ നിന്നും ഒരു കൈ കിട്ടിയെന്ന് അറിഞ്ഞ സമയത്ത് അങ്ങോട്ടേക്ക് അന്വേഷണത്തിനായിട്ട് ഒരു പോലീസുകാരൻ വന്നിട്ടുണ്ട്. മറ്റാരുമല്ല, സിനിമയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ട എഡ്ഡി തന്നെ. അയാൾ കാടിന്റെ ആ ഒരു ഭാഗത്തേക്ക് വന്ന സമയത്ത് ആരും ഇല്ലാതെ കിടക്കുന്ന ഒരു കാറ് കാണുകയാണ്. ഈ കാറിലാണ് കാട്ടിലേക്ക് നമ്മൾ കണ്ട ആ ഒരു ബഡ്ഡിയും അതുപോലെ തന്നെ ബഡ്ഡിയുടെ മകനായിട്ടുള്ള സാമും വന്നത്. അപ്പൊ ആരും കാട്ടിലേക്ക് വന്ന് പെട്ടുപോയിട്ടുണ്ട് എന്ന് എഡ്ഡിക്ക് മനസ്സിലായി. ഇതിനുശേഷം കാണിക്കുന്നത് കാട്ടിൽ നിന്നും ബോധമില്ലാതെ കിടന്നിരുന്ന സാമിനെയാണ്. സാം ഇപ്പോ എഴുന്നേറ്റ സമയത്ത് അവന് വല്ലാതെ ചുമയ്ക്കുന്നുണ്ടായിരുന്നു. തൊട്ടപ്പുറത്ത് തന്നെ ബോധമില്ലാതെ കിടക്കുന്ന അവന്റെ അച്ഛനെയും കാണുകയാണ്. എന്നാൽ വേദന സഹിക്കാൻ പറ്റാതെ പെട്ടെന്ന് ബഡ്ഡി നിലവിളിക്കുകയാണ്. അവന്റെ നെഞ്ച് പിളർന്നുകൊണ്ട് ഒരു പ്രത്യേകതരം ഏലിയൻ പുറത്തേക്ക് വരുന്നുണ്ട്. അതേ സംഭവം തന്നെ സാമിന്റെ ദേഹത്ത് നടക്കുകയാണ്. ആ രണ്ടാൾക്കാരും വളരെ ക്രൂരമായിട്ട് കൊല്ലപ്പെടുകയാണ്. ഇതിനുശേഷം ഈ ഒരു നഗരത്തിലെ തന്നെ മറ്റൊരു വീട് കാണിക്കുകയാണ്. അങ്ങോട്ടേക്ക് ഒരു പട്ടാളക്കാരി വരുന്നുണ്ട്. അവളുടെ പേര് കെല്ലി എന്നാണ്. കുറെ കാലമായി വീട്ടിലേക്ക് വന്നിട്ട് സോ അവളെ കാത്തിരിക്കുകയായിരുന്നു അവളുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള ജോയും അതുപോലെ തന്നെ ചെറിയ മോളായിട്ടുള്ള മോളിയും. ആ പാവം കുട്ടിക്ക് അവളുടെ അമ്മ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ അമ്മ വന്നപ്പോൾ അവൾക്കായിട്ട് ഈ നൈറ്റ് വിഷൻ ക്യാമറ പോലെയുള്ള എന്തോ ഒരു സാധനം ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനുശേഷം കാണിക്കുന്നത് സ്റ്റീഫനെയാണ്. അതായത് കുറച്ച് മുന്നേ നമ്മൾ കണ്ട ഒരു പോലീസുകാരനുണ്ടല്ലോ അയാൾ തന്നെ. ഇപ്പൊ അയാൾ ഇരിക്കുന്ന ആ ഒരു വീട്ടിലേക്ക് റിക്കി വരുന്നുണ്ട്. അതായത് സ്റ്റീഫന്റെ അനിയനാണല്ലോ റിക്കി പോയ പാട് തന്നെ ഒരു ബേസ്ബോൾ ബാറ്റ് എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകണം. നീ എന്താ ചെയ്യാൻ പോകുന്ന, എന്താ പ്രശ്നം ചോദിച്ചപ്പോൾ റിക്കി പറയാണ്, ചെറിയൊരു പരിപാടിയുണ്ട്, ഞാൻ തീർത്തിട്ട് വേഗം ഇങ്ങോട്ടേക്ക് വരാം. അതായത് സ്റ്റീഫന് മനസ്സിലായി ഇവൻ എന്തോ അലമ്പിന് പോവാണ്. കാര്യങ്ങളെല്ലാം സ്റ്റീഫൻ ചോദിച്ച് മനസ്സിലാക്കാണ്. ഇപ്പൊ സ്റ്റീഫൻ പറയാണ്, വെറുതെ അലമ്പിന് പോകണ്ട, നിനക്കിപ്പോ നിന്റെ കാറിന്റെ ചാവി പോരെ, നമുക്ക് പോയിട്ട് അത് എടുക്കാന്ന് പറയാം. ഇതേ നേരം തന്നെ കാട്ടിൽ ഒഴിഞ്ഞു കിടക്കുന്ന ആ ഒരു ബങ്കറുകളുണ്ടല്ലോ അതിനുള്ളിൽ താമസിക്കുന്ന ഹോംലെസ് ആയിട്ടുള്ള ഹാരിയെ കാണിക്കാൻ. ഇയാളുടെ കൂടെ വേറെ ആരോ കൂടി ഉണ്ട് കേട്ടോ. എന്നാൽ ഇവർ അവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തോ ഒരു ശബ്ദം കേട്ട് ആ സ്ഥലത്തേക്ക് ഇവർ പോയി നോക്കുമ്പോൾ ഇവരുടെ മുഖത്തേക്കും പെട്ടെന്ന് തന്നെ ആ ഏലിയൻ വന്ന് അള്ളിപ്പിടിച്ച് ഇവരുടെ തല മുഴുവനായിട്ട് കവർ ചെയ്ത് നിൽക്കുകയാണ്. എന്നാൽ ഇതൊന്നും അറിയാതെ ഹാരിയുടെ ഭാര്യ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നാൽ ഹാരിയുടെ മുഖത്ത് പറ്റിപ്പിടിച്ചു കിടക്കുന്ന ഇതുവരെ കാണാത്ത ആ ഒരു സാധനത്തിനെ കണ്ട് അവൾ ആകെ ഞെട്ടിപ്പോവാണ്. ഇതേ നേരം തന്നെ അവളുടെ അരികിലേക്ക് ശരിക്കും പൂർണ്ണ രൂപത്തിലേക്ക് എത്തിയ ആ ഒരു ഏലിയൻ വരികയാണ്. അതായത് മനുഷ്യരുടെ മുഖത്ത് ആദ്യം ഈ ചെറിയ ഏലിയൻ വന്ന് പറ്റിപ്പിടിക്കും. ഇവറ്റകൾ മനുഷ്യരുടെ ഉള്ളിലേക്ക് അതിന്റെ യജ്ഞ ഇടും. അധികം വൈകാതെ മനുഷ്യരുടെ വയറ് പിളർന്നുകൊണ്ട് ഈ ഏലിയൻ പുറത്തേക്ക് വരും. അധികം വൈകാതെ തന്നെ അത് പൂർണ്ണ വളർച്ചയിലേക്ക് എത്തുകയും ചെയ്യും. അങ്ങനെ പൂർണ്ണ വളർച്ചയിലേക്ക് എത്തിയ ഒരു ഏലിയൻ, കറുത്ത രൂപമാണതിന്. അത് നേരെ ഇപ്പോൾ ഹാരിയുടെ ഭാര്യയുടെ അടുത്തേക്ക് വരികയാണ്. ആ സ്ത്രീയാണെങ്കിൽ പേടിച്ച് വിറച്ച് ശബ്ദം പോലും ഉണ്ടാക്കാൻ പറ്റാതെ അങ്ങനെ നിൽക്കുകയാണ്. അവിടെ വെച്ച് ആ സ്ത്രീയും ഈ ഏലിയൻ കൊന്നുകളയാണ്. ഇതിന്റെ പേരാണ് സിനോമോർഫ്. അങ്ങനെ അന്നേ ദിവസം രാത്രി ആയിട്ടുണ്ട്. ആകാശത്ത് നിന്നും ഒരു ചെറിയ പേടകം കോൾറാഡോയിലെ വനത്തിലെ ഒരു തടാകത്തിൽ വന്ന് വീഴുകയാണ്. പിന്നീട് ആ പേടകത്തിൽ വന്ന ഒരു പ്രിഡേറ്റർ ആ തടാകത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. അതിന്റെ കയ്യിൽ ഒരു ടെക്നോളജി ഉണ്ട്. ആ ടെക്നോളജി ഉപയോഗിച്ച് അതിന് ഇൻവിസിബിൾ ആകാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ കാണുമ്പോൾ വെള്ളത്തിൽ നിന്നും എന്തോ ഒരു പ്രേതം വരുന്നത് പോലെയാണ് നമുക്ക് തോന്നുക. എന്തായാലും ഇൻവിസിബിൾ ആക്കാനുള്ള ആ ഒരു മിഷൻ ഈ ഒരു പ്രിഡേറ്റർ ഓഫ് ആക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ പൂർണ്ണമായ രൂപം നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് വന്ന ഈ ഒരു പ്രിഡേറ്റർ 2 ദിവസം മുന്നേ ഈ കാട്ടിലേക്ക് വന്ന് വീണ മറ്റൊരു പ്രിഡേറ്ററിന്റെ ആ ഒരു പേടകം ഉണ്ടല്ലോ അതിന്റെ ആ ഒരു ലൊക്കേഷൻ കണ്ടുപിടിച്ച് നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. എന്നാൽ ആ ഒരു പേടകം മുഴുവനായിട്ടും പരിശോധിച്ച ഈ പ്രിഡേറ്ററിന് മനസ്സിലായി കുറച്ചധികം സീനോമോർഫുകൾ, അതായത് ആ ഏലിയൻസ് ഇതിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്തു ചാടിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു പേടകം ഇനി ഇവിടെ വേണ്ട, പൂർണ്ണമായിട്ടും ബോംബിട്ട് ആ ഒരു പേടകം ഈ ഒരു പ്രിഡേറ്റർ നശിപ്പിച്ചു കളയാണ്. പിന്നീട് ഇതിൽ നിന്നും രക്ഷപ്പെട്ട സീനോമോർഫുകൾ വറ്റകളെ വേട്ടയാടാനായിട്ട് കാടിന്റെ മറ്റൊരു ഭാഗത്തേക്ക് ഈ പ്രിഡേറ്റർ പോവുകയാണ്. ഈ രാത്രിയിൽ തന്നെ ഇപ്പൊ മറ്റൊരു സ്ഥലത്ത്, അതായത് നമ്മുടെ റിക്കിയുടെ ചാവി ഒരു ഡ്രെയിനേജിലേക്ക് ആ പയ്യന്മാർ എറിഞ്ഞില്ലേ, അത് എടുക്കാനായിട്ട് റിക്കിയും അവന്റെ ചേട്ടൻ സ്റ്റീഫനും കൂടെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ആ ഡ്രെയിനേജ് തുറന്ന് അതിന്റെ ഉള്ളിലേക്ക് പോവുകയാണ്. അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു ഡ്രെയിനേജ് തന്നെയാണ് കേട്ടോ. ഭയങ്കരമായ അഴുക്ക് വെള്ളവും കാര്യങ്ങളും നാറ്റും ഒരുപാട് എലികളൊക്കെ ഇതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ചാവി നിലത്തിട്ടപ്പോൾ ആ വെള്ളത്തിലൂടെ അത് കുറച്ച് മുന്നോട്ട് ഒഴുകി പോയിട്ടുണ്ട്. എങ്ങനെയൊക്കെയോ പിന്നീട് റിക്കി അത് തപ്പി കണ്ടുപിടിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് കുറച്ച് മുന്നിൽ നിന്നും എന്തോ ഒരു ശബ്ദം കേട്ട് റിക്കി അങ്ങോട്ടേക്ക് ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ ഒരു മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വന്ന ഏലിയന്റെ ആ ഒരു കുഞ്ഞു രൂപത്തെ അവൻ കാണുകയാണ്. അവൻ ഞെട്ടിപ്പോയി. അതുകൊണ്ട് തന്നെ ആ ഒരു ടോർച്ച് താഴെ വീണു. അതെന്താണെന്ന് വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല. അവിടെ എന്തോ ഉണ്ടെന്ന് റിക്കി പറഞ്ഞപ്പോൾ സ്റ്റീഫൻ പറയണ, അതെന്തെങ്കിലും എലികളായിരിക്കും. എന്നാൽ കുറച്ചു നേരം അവിടെ നിന്നപ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലായി എന്തോ ഒരു പ്രശ്നം ഇവിടെ ഉള്ളതുപോലെ. എന്തൊക്കെയോ ജീവികളുടെ ശബ്ദവും നമ്മുടെ സ്റ്റീഫന് കേൾക്കാൻ പറ്റി. അതുകൊണ്ട് ഇനി ഇവിടെ നിൽക്കേണ്ട, നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് റിക്കിയും കൂട്ടി വേഗം തന്നെ ഇതിന്റെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇതേ രാത്രിയിൽ തന്നെ കുറച്ചധികം വൈകിട്ടുണ്ട്. കുറേയധികം പോലീസുകാരും അതുപോലെ തന്നെ ആ ഏരിയയിലെ നാട്ടുകാരും കോൾറാഡോയിലെ ആ ഒരു വനത്തിൽ പൂർണ്ണമായിട്ടും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം കാട്ടിലേക്ക് വേട്ടയ്ക്ക് വന്ന ബഡ്ഡി എന്ന ആളെയും അയാളുടെ മകനെയും കാണാതായിട്ടുണ്ട്. സോ കുറെ നേരത്തെ പരിശോധനയ്ക്ക് ശേഷം പ്രത്യേകിച്ചൊന്നും കാണാത്തത് കൊണ്ട് എഡ്ഡി എന്ന് പറഞ്ഞ ആ ഒരു പോലീസുകാരനും ഇയാളുടെ ടീമും തൽക്കാലത്തേക്ക് ഒന്ന് പിൻവാങ്ങുകയാണ്. ഇതേ നേരം തന്നെ ഈ കാണാതായ ബഡ്ഡിയുടെ ഭാര്യയായിട്ടുള്ള ഡാർസി വരുന്നുണ്ട്. എഡ്ഡി
എഡിയോട് പറയാണ്, നിങ്ങൾ ഇപ്പൊ തന്നെ തെരച്ചിൽ നിർത്തുകയാണോ, നമുക്ക് കുറച്ചു നേരമൊക്കെ ഒന്ന് നോക്കിക്കൂടെ എന്ന് ചോദിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ എഡി പറയാണ്, നിങ്ങൾ പേടിക്കേണ്ട, ഒരു പോലീസുകാരനെ ഞങ്ങൾ ഇവിടെ നിർത്തുന്നുണ്ട്, അയാളുടെ പേര് റേ എന്നാണ്. എന്തായാലും ഞങ്ങൾ വരുന്നത് വരെ ഈ കാട് മുഴുവനായിട്ടും അവൻ പരിശോധിച്ചോളൂ എന്ന് പറയാം. എന്നാൽ ഇവിടെ പോലീസുകാർ പരിശോധിക്കുന്ന കാര്യങ്ങളെല്ലാം ഈ കാട്ടിൽ മറഞ്ഞിരിക്കുന്ന മറ്റൊരാൾ കാണുന്നുണ്ടായിരുന്നു, മറ്റാരുമല്ല, പ്രിഡേറ്റർ തന്നെ. എന്നാൽ പ്രിഡേറ്ററിന്റെ കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ കാഴ്ച പോലെയല്ല. നമ്മുടെ ശരീരത്തിലെ ഹീറ്റ് അതിനനുസരിച്ചുള്ള അത് സെൻസ് ചെയ്തുകൊണ്ടുള്ള ഒരു കാഴ്ചയാണ് ഈ പ്രിഡേറ്ററിന്. അതായത് ഒരുമാതിരി വർണ്ണശബളമായിട്ട് പെയിന്റ് എല്ലാം വാരി വിതറിയതുപോലെയുള്ള ഒരു കാഴ്ചയാണ് ശരിക്കും ഈ പ്രിഡേറ്റേഴ്സിന്. എന്തായാലും സമയം ഒരുപാട് വൈകിയത് കൊണ്ട് തന്നെ എല്ലാ പോലീസുകാരും തിരിച്ചു പോവാണ്. എന്നാൽ റേ എന്ന് പറഞ്ഞ ആ ഒരു പോലീസുകാരൻ മാത്രം ഇവിടെ നിൽക്കുകയാണ്. വലിയ ശബ്ദമൊന്നും ഉണ്ടാകാതെയാണ് ആ ഒരു കാട് അവൻ അരിച്ചു പെറുക്കുന്നത്. എന്നാൽ പ്രിഡേറ്റർ കരുതി ഇവിടെയുള്ള എല്ലാ മനുഷ്യരും പോയി കഴിഞ്ഞുവെന്ന്. അതുകൊണ്ട് തന്നെ മരിച്ചു കിടക്കുന്ന ബഡ്ഡി അതുപോലെ തന്നെ സാം ഇവരുടെ ആ ഒരു ബോഡി കണ്ടെത്തി പ്രിഡേറ്റർ ചെയ്യുന്ന കാര്യം എന്താണെന്നറിയോ, അതിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു നീല നിറത്തിലുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള എന്തോ ആസിഡാ തോന്നുന്നു. കാരണം അതിൽ നിന്ന് ഒരു 2 തുള്ളി ഉറ്റിക്കുമ്പോഴേക്കും ബഡ്ഡിയുടെയും അതുപോലെ തന്നെ സാമിന്റെയും ദേഹം പൂർണ്ണമായിട്ടും കരിഞ്ഞ് ഇല്ലാതായി മണ്ണിനോട് ചേരുകയാണ്. അതുപോലെ തന്നെ അവരുടെ മുഖത്ത് പറ്റിപ്പിടിച്ചിരുന്ന ആ ഒരു ചെറിയ എലിൻ ഉണ്ടല്ലോ, അതിനെയും നശിപ്പിക്കുകയാണ്. അതായത് ഇങ്ങനെയുള്ള യാതൊരു കാര്യം ഇവിടെ ബാക്കിയാവരുത് എന്ന് പ്രിഡേറ്റേഴ്സിന് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഇതെല്ലാം മായ്ച്ചു കളയുന്നത്. എന്നാൽ ഈ പ്രിഡേറ്റർ ചെയ്യുന്ന ഈ കാര്യം അവിടെ മറഞ്ഞിരുന്ന നമ്മുടെ റേ കാണുകയാണ്. അതൊരു ഭീകരമായ കാഴ്ച ആയതുകൊണ്ട് തന്നെ അവനാകെ പേടിച്ചുപോയി. അവൻ അവിടുന്ന് തിരിഞ്ഞോടാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അല്പനേരം മുന്നോട്ടേക്ക് പോയപ്പോഴേക്കും അദൃശ്യമായിട്ടുള്ള എന്തോന്ന് അവന് കാണാൻ പോലും കഴിയുന്നില്ല. അവന്റെ നെഞ്ചിലേക്ക് 2-3 കത്തി കുത്തി കയറ്റുകയാണത്. അത് തന്നെ പ്രിഡേറ്റർ തന്നെ അതിന്റെ ഇൻവിസിബിൾ ആവാനുള്ള ആ ഒരു പവർ ഉപയോഗിച്ചുകൊണ്ട് വന്ന് ഇപ്പൊ റേയെ അത് കൊന്നിരിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. ഇപ്പൊ എഡി അതുപോലെ തന്നെ സ്റ്റീഫൻ ഇവര് രണ്ടുപേരും ഒരു കോഫി ഷോപ്പിൽ നിന്നും ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ തന്നെ ജോലി ചെയ്തിരുന്ന ക്യാരി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി അങ്ങോട്ടേക്ക് വരികയാണ്. അതായത് ഇന്നലെ രാത്രി ആ ഒരു ഫോറസ്റ്റിൽ പരിശോധന നടത്തിയ റേ എന്ന് പറഞ്ഞ പോലീസുകാരനുണ്ടല്ലോ, അവന്റെ ഭാര്യയാണ് ഈ ക്യാരി. ഇപ്പൊ ക്യാരി വന്നിട്ട് പറയാണ്, എഡി നിങ്ങളെങ്ങാനും ആ ഒരു റേ വിളിച്ചായിരുന്നോ, ഇത്രയും നേരമായിട്ട് എന്നെ വിളിച്ചില്ല, ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. അപ്പൊ എഡി പറയണ, ഇല്ല ഞങ്ങളെയും വിളിച്ചിട്ടില്ല, അവനെ കോൺടാക്ട് ചെയ്യാനും പറ്റുന്നില്ല, ഞങ്ങൾ എന്തായാലും ഒന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എഡിയും സ്റ്റീഫനും കൂടെ നേരെ ആ ഒരു കാട്ടിലേക്ക് പോവാണ്. കുറെ നേരം അവിടെ പരിശോധന നടത്തി. ഒരു സ്ഥലത്ത് വെച്ച് കുറച്ചധികം രക്തം ഇവർ കാണുന്നുണ്ട്. എന്നാൽ അവിടെ റേയുടെ ബോഡിയോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നാൽ പതിയെ അവര് മുകളിലേക്ക് നോക്കിയപ്പോ മരത്തിന്റെ മുകളിലായിട്ട് അതിഭീകരമായിട്ടുള്ള ഒരു കാഴ്ച ഇവർ കാണുന്നുണ്ട്. ഈ റേ ഉണ്ടല്ലോ, അവന് ആരോ കൊന്ന് അവിടെ കെട്ടിത്തൂക്കിയിരിക്കുകയാണ്. മാത്രമല്ല അവന്റെ ശരീരത്തിലെ തൊലി മുഴുവൻ ഉരിച്ചു കളഞ്ഞിട്ടുണ്ട്. എന്തായാലും പിന്നീട് വേഗം തന്നെ റേയുടെ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകണം. അപ്പൊ പോസ്റ്റ്മോർട്ടം ചെയ്ത ആ ഒരു ഡോക്ടർ തന്നെ പറയാണ്, ഇതെന്താണിത്, ഒരു മനുഷ്യൻ തന്നെയാണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവുക? ഡോക്ടർ ആകെ ഞെട്ടിയിരിക്കുകയാണ്. ഡോക്ടർ മാത്രമല്ല ഈ കേസിന്റെ പിന്നാലെ പോയ എഡി തന്നെ ഒന്ന് ഞെട്ടിയിരിക്കുകയാണ്. കാരണം ഇതൊരു വല്ലാത്തൊരു കൊലപാതകമായി പോയി. ഇതേ നേരം ടൗണിന്റെ മറ്റൊരു ഭാഗത്തായിട്ട് നമ്മുടെ റിക്കി അതുപോലെ തന്നെ ജസ്സും മീറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പൊ ജസ് അന്നുണ്ടായ സംഭവത്തിലൊക്കെ സോറി പറയുന്നുണ്ട്. മാത്രമല്ല ഇന്ന് രാത്രി സ്കൂളിൽ വെച്ച് നമുക്കൊന്ന് മീറ്റ് ചെയ്യാന്നും പറയുന്നുണ്ട്. അപ്പൊ തന്നെ ചെറുക്കൻ്റെ ഉള്ളിൽ ഒരു ലഡ് പൊട്ടുന്നുണ്ട് കേട്ടോ. ജസ് എന്തിനാ വിളിച്ചതെന്ന് അവന് നന്നായിട്ട് അറിയാം. അങ്ങനെ അന്ന ദിവസം രാത്രി ആയിട്ടുണ്ട്. ഇപ്പൊ പ്രിഡേറ്റർ നേരെ വന്നിരിക്കുന്നത് ആ ഒരു ടണൽ ഉണ്ടല്ലോ, ഡ്രെയിനേജ് ടണൽ, ഇതിന്റെ ഉള്ളിലേക്കാണ്. കാരണം ആ ഏലിയൻസ് മുഴുവൻ വന്ന് കൂടിയിരിക്കുന്നത് ഇതിനുള്ളിലാണ്. അതിന് ഓരോന്നിനെയും കണ്ടുപിടിച്ച് വേട്ടയാടാൻ തന്നെയാണ് പ്രിഡേറ്റർ വന്നിരിക്കുന്നത്. സോ അതിനെ കണ്ടുപിടിക്കാനായിട്ട് ഒരു പ്രത്യേകതരം സ്കാനർ പ്രിഡേറ്റർ ഈ ടണലിന്റെ പല ഭാഗത്തായിട്ട് വെക്കുകയാണ്. അതിൽ വന്നിട്ട് ഈ ഒരു ഏലിയൻസ് ചാടുന്നുണ്ട്. അധികം വൈകാതെ തന്നെ പ്രിഡേറ്റർ പോയിട്ട് ഓരോന്നിനെയും കൊന്നൊടുക്കാൻ തുടങ്ങുകയാണ്. എന്നാൽ പല മനുഷ്യരുടെയും മുഖത്ത് തള്ളിപ്പിടിച്ച് ഈറ്റങ്ങൾ ഒരുപാടെണ്ണം ഉണ്ടായിട്ടുണ്ട്. അതായത് ഇതിന്റെ ഇനപ്പെരുക്കം വളരെ ഫാസ്റ്റ് ആയിട്ടാണ് നടക്കുന്നത്. എന്തായാലും ഒരു ഘട്ടത്തിൽ നമ്മുടെ പ്രിഡേറ്റേഴ്സ് ഇതിനെല്ലാം പിടിച്ച് കൊല്ലുന്നുണ്ട്. എന്നാൽ ആ കൂട്ടത്തിൽ ഒരു ഭീകരൻ ഉണ്ടായിരുന്നു കേട്ടോ. അതിനാൽ അല്പം പവർ കൂടുതലാണ്. അതുപോലെ തന്നെ അതിന്റെ മുഖം കാണാൻ ഏകദേശം പ്രിഡേറ്ററിനെ പോലെയാണ്. അതിന് കാരണം എന്താണെന്നറിയോ? അതായത് ഈ ഒരു ഏലിയൻ ഉണ്ടായിരിക്കുന്നത് മനുഷ്യന്റെ വയറ്റിലൂടെയല്ല. സിനിമയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ടില്ലേ, ഒരു പ്രിഡേറ്ററിന്റെ വയർ തുളച്ചുകൊണ്ട് പുറത്തേക്ക് വന്ന ഏലിയൻ. ആ ഏലിയനാണ് ഇപ്പൊ ഈ ഒരു പ്രിഡേറ്ററിനെ ആക്രമിച്ചിരിക്കുന്നത്. മാത്രമല്ല പിന്നീട് ആ ഒരു ഡ്രെയിനേജിന്റെ മുകൾ ഭാഗം തകർത്തുകൊണ്ട് ഈ നഗരത്തിലേക്ക് തന്നെ ഈ ഒരു ഏലിയൻ കടന്നു കഴിഞ്ഞു. അതിന്റെ പിന്നാലെ തന്നെ ബാക്കിയുള്ള ചെറിയ ചെറിയ ഏലിയൻസ്, അതായത് ഇതിന്റെ പേര് സിനോമോർഫ് എന്നാണ് കേട്ടോ. എന്നാൽ ഇതിൽ ഒരെണ്ണത്തിനെ പോലും ബാക്കി വെക്കാതെ പ്രിഡേറ്ററിനെ എല്ലാത്തിനെയും കൊന്നു തീർക്കണം. കാരണം ഇതിന് കിട്ടിയ മിഷൻ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ടണൽ തകർത്തുകൊണ്ട് പ്രിഡേറ്ററും പുറത്തേക്ക് വരികയാണ്. അപ്പൊ തന്നെ ആ ഒരു ഇൻവിസിബിൾ ആവാനുള്ള മിഷൻ ഓൺ ആക്കുന്നുണ്ട്. എന്നാൽ ആ ടൗണിലെ ആൾക്കാർ ഇതൊന്നും അറിയുന്നില്ല കേട്ടോ. എപ്പോഴത്തെയും പോലെ തന്നെ ഓരോ ആൾക്കാരും അവരുടെ ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാണ്. ഇതേ സമയത്ത് തന്നെ ആ ഒരു കഫേ കാണിക്കുന്നുണ്ട്. അതായത് റേയുടെ ഭാര്യയായിട്ടുള്ള ക്യാരി ജോലി ചെയ്യുന്ന ഒരു കഫേ. റേ മരണപ്പെട്ട വിവരം ഇതുവരെയായിട്ടും ക്യാരിയെ അറിയിച്ചിട്ടില്ല. കാരണം ഭർത്താവിന്റെ ആ ഒരു കോലം അവൾ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരിക്കലും അവളുടെ ഉള്ളിൽ നിന്ന് ആ ഒരു ഷോക്ക് പോകില്ല. എന്തായാലും എഡി നിലവിൽ ആ ഒരു കാര്യം ക്യാരിയോട് പറഞ്ഞിട്ടില്ല. ഇപ്പൊ ആ ഒരു കിച്ചണിൽ ഒരു ഷെഫ് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ക്യാരി ചെയ്തിട്ട് ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് അവൾ പോവാണ്. എന്നാൽ കഫേ വിട്ട് അവൾ പുറത്തിറങ്ങിയ സമയത്ത് കിച്ചണിൽ നിന്നും എന്തൊക്കെയോ ചില ശബ്ദങ്ങൾ. അത് കേട്ട പാട് തന്നെ അവൾ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുകയാണ്. എന്നാൽ അവളുടെ കണ്ണുകൾ അവൾക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല കേട്ടോ. ഞെട്ടിത്തരിച്ച് പേടിച്ച് അവൾ അവിടെ വീഴുകയാണ്. അതെ, ആ ഏലിയൻസ് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. മാത്രമല്ല ആ കൂട്ടത്തിൽ ഒരെണ്ണം ഇപ്പോ ക്യാരിയുടെ അടുത്തേക്ക് വരികയാണ്. എന്നാൽ ഭയം കാരണം അവൾക്കൊന്ന് നിലവിളിക്കാൻ വരെ കഴിയുന്നില്ല. എന്നാൽ ഈ ഏലിയൻ അവളെ കൊല്ലാതെ മറ്റാ ഒരു ഏലിയൻ ഉണ്ടല്ലോ, പ്രിഡേറ്ററിന്റെ മുഖമുള്ള ആ ഒരു ഏലിയൻ, കൂട്ടത്തിലെ കൊമ്പെന്ന് പറയാം, അവൻ വന്നിട്ട് ഇപ്പൊ ക്യാരിയുടെ മുഖം തള്ളി പിടിക്കുകയാണ്. ഇവിടെ സീൻ കട്ടെ. അടുത്ത സീനിൽ ഒരു ബാറിൽ നിന്നും വെള്ളടിച്ചുകൊണ്ടിരിക്കുന്ന എഡിയും സ്റ്റീഫനെയും കാണിക്കുകയാണ്. ഇപ്പൊ സ്റ്റീഫൻ ഇപ്പോ എഡിയോട് ചോദിക്കുന്നുണ്ട്, അല്ല ഈ കാണാതായ ബഡ്ഡിയും സാമിനെയും കുറിച്ച്
കുറിച്ച് നിനക്ക് എന്താ തോന്നുന്നത്? ഈ സമയത്ത് എഡ്ഡി പറയാണ്, എനിക്ക് പ്രത്യേകിച്ച് ഒരു ധാരണയില്ല. അതുപോലെ തന്നെ ഇപ്പൊ നടന്ന നമ്മുടെ റേയുടെ കൊലപാതകം ഉണ്ടല്ലോ, ആദ്യമായിട്ടാണ് നമ്മുടെ ഏരിയയിൽ ഇങ്ങനെയൊക്കെ ഒരു സംഭവം. എനിക്കെന്തോ ഉള്ളിലൊരു പേടി തോന്നുന്നു സ്റ്റീഫൻ, സംതിങ് ഇവിടെ എന്തോ ഒരു പ്രശ്നമുള്ളതുപോലെ. എന്നാൽ സ്റ്റീഫൻ ഇപ്പോൾ എഡ്ഡി ഒന്ന് കൂളാക്കാണ്. നീ ഒന്ന് എഴുന്നേറ്റേ, നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാന്ന് പറഞ്ഞിട്ട് അവർ ടൗണിലേക്ക് ഇറങ്ങുകയാണ്. എന്നാൽ ഇതേ സമയം തന്നെ ഇവരെ കൂടാതെ വേറെയും ചില ആൾക്കാർ ഈ രാത്രിയിൽ ഇറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. ആ ഏലിയൻസും അവരെ പിടിക്കാനായിട്ട് ആ പ്രിഡേറ്ററും. ഈ ഏലിയൻസ് അതായത് സീനോമോർഫുകളെ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ ഇപ്പൊ പ്രിഡേറ്റർ എത്തിയിരിക്കുന്നത് ഒരു പവർ ഹൗസിലേക്കാണ്. അതായത് ന്യൂക്ലിയർ എനർജി ഉപയോഗിച്ചുകൊണ്ട് കറണ്ട് ഉണ്ടാക്കുന്ന പവർ ഹൗസിലേക്ക്. അവിടെ ഉണ്ടായിരുന്ന ജോലിക്കാരെല്ലാം ഈ സീനോമോർഫുകളെ കൊന്നൊടുക്കുകയാണ്. എന്തായാലും സീനോമോർഫുകൾ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കി അങ്ങോട്ടേക്ക് പ്രിഡേറ്റർ എത്തുകയാണ്. ഓരോന്നിനെ കാണുമ്പോഴും അതിനെല്ലാം വെട്ടിവെച്ച് കൊന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചിലതെല്ലാം മറഞ്ഞിരുന്നുകൊണ്ട് തന്നെ ഈ പ്രിഡേറ്ററിനെ ആക്രമിക്കുകയാണ്. എന്നാൽ അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ ഒരു പോരാട്ടം കാരണം ഇവിടുത്തെ ഈ ഒരു പവർ ഹൗസ് തന്നെ ഡാമേജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ റിക്കി ജസ് പറഞ്ഞതുപോലെ റിക്കി ഇപ്പൊ ജസിനെ കാണാനായിട്ട് ആ ഒരു സ്കൂളിലേക്ക് വന്നിരിക്കുകയാണ്. രണ്ടുപേരും പിന്നീട് സ്വിമ്മിംഗ് പൂളിന്റെ ആ ഒരു ഭാഗത്തേക്ക് പോയി അവരുടെ കലാപരിപാടികൾ ആരംഭിക്കുകയാണ്. അത് തന്നെ റൊമാൻസ് തുടങ്ങുകയാണ്. എന്നാൽ പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് ഒരു കാറ് വരുന്നത്. ആ കാറിൽ 3 പേരുണ്ടായിരുന്നു. അതായത് ജസിന്റെ 3 കൂട്ടുകാർ. അതിലൊരുത്തനുണ്ടല്ലോ ആ വെള്ളമുടിയാൻ. ഇവന് ജസിനോട് ഒരു ഇഷ്ടമുണ്ട്, എന്നാൽ അവൾക്കാണെങ്കിൽ വലിയ താല്പര്യമില്ല. മാത്രമല്ല റിക്കിയോട് ഭയങ്കര ദേഷ്യമാണ് ജസിനോട് ഇവനിങ്ങനെ അടുക്കുന്ന കാണുമ്പോഴേ. എന്തായാലും 3 പേര് ഇപ്പൊ അങ്ങോട്ടേക്ക് വന്നത് റിക്കിട്ട് നല്ല പൊട്ടിക്കാൻ തന്നെയാണ്. എന്നാൽ അതിന് മുന്നേ ഇതിന് 3 എണ്ണത്തിനെ എടുത്ത് റിക്കി ആ ഒരു സ്വിമ്മിംഗ് പൂളിലേക്ക് എറിയാണ്. കൂടെ തന്നെ അവനും ചാടുന്നുണ്ട്. എന്നാൽ ജസ് ഉറക്കനെ വിളിച്ച് പറയുന്നുണ്ട്, പ്രാന്തമാരെ ഒന്ന് നിർത്ത് നിങ്ങൾ. ഇതേ നേരം ആ ഒരു പവർ ഹൗസിൽ വെച്ച് ഈ സീനോമോർഫുകളും അതുപോലെ തന്നെ പ്രിഡേറ്ററും തമ്മിൽ ഫൈറ്റ് നടന്ന് അവസാനം അതാകെ തകർന്ന് തരിപ്പണാവുകയാണ്. അതുകൊണ്ട് തന്നെ സിറ്റിയുടെ പല ഭാഗത്തേക്കുള്ള കറണ്ട് കണക്ഷൻ അതോടെ അങ്ങോട്ട് സ്റ്റോപ്പ് ആവുകയാണ്. എല്ലായിടത്തെയും ലൈറ്റ് ഓഫ് ആവുന്നുണ്ട്. കൂടെ തന്നെ സ്കൂളിലെ ലൈറ്റും. അതായത് റിക്കി ആ ഒരു പയ്യന്മാരോട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സ്ഥലം മുഴുവനായിട്ടും ഇരുട്ടാവുകയാണ്. അതുപോലെ തന്നെ എന്തൊക്കെയോ ചില ശബ്ദങ്ങളും ഇവർ കേൾക്കുന്നുണ്ട്. അതായത് പെട്ടെന്ന് ഒരു സീനോമോർഫ് അങ്ങോട്ടേക്ക് എത്തുകയാണ്. ഇതിനെ കണ്ട പാടിനെ ജസ് കൂക്കി നിലവിളിക്കുകയാണ്. പിന്നീട് റിക്കി വേഗം തന്നെ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് ചാടി വന്നിട്ട് ജസിന്റെ കൈ പിടിച്ച് അവളെയും പിടിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെടുകയാണ് കേട്ടോ. സ്കൂളിലൂടെ എങ്ങോട്ടേക്കോ ഓടി അവസാനം പുറത്തേക്കുള്ള ഒരു ജനല് കാണുകയാണ്. അതുവഴി ഇവർ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. കൂടെ ജസിനെ പ്രണയിക്കുന്ന ആ ഒരു പയ്യനും ഉണ്ടായിരുന്നു. എന്നാൽ ആ ചെറുക്കന്റെ 2 കൂട്ടുകാരുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. അതായത് ഏലിയൻസ് അവരെ കടിച്ചു കയറി കൊന്നിട്ടുണ്ട്. ഇവിടുന്ന് ഇപ്പൊ രക്ഷപ്പെട്ടത് ഇവർ 3 പേര് മാത്രമാണ്, റിക്കിയും ജസും പിന്നെ ജസിനെ ഇഷ്ടപ്പെട്ട ആ ഒരു പയ്യനും. ഇപ്പൊ ടൗണിന്റെ മറ്റൊരു ഭാഗത്ത് കാണിക്കുകയാണ്. അതായത് നമ്മൾ നേരത്തെ കണ്ട ഒരു പട്ടാളക്കാരി ഉണ്ടല്ലോ കെല്ലിയുടെ വീടാണ് കാണിക്കുന്നത്. അപ്പൊ കെല്ലി കൊണ്ടുവന്ന ആ ഒരു നൈറ്റ് വിഷൻ ക്യാമറ അത് ഉപയോഗിച്ച് അവളുടെ മോളായിട്ടുള്ള മോളി പുറത്തെ ഓരോ കാഴ്ചകൾ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് മരത്തിന്റെ മുകളിലേക്ക് കള്ളി പിടിച്ച് കയറുന്ന സീനോമോർഫിനെ അവൾ കാണുന്നത്. അവളാകെ പേടിച്ച് നിലവിളിക്കുകയാണ്. ഇപ്പൊ മോളിയുടെ കരച്ചിൽ കേട്ട് അങ്ങോട്ടേക്ക് ജോ അതുപോലെ തന്നെ കെല്ലി ഓടി വരികയാണ്. മോളെ എന്താ കാര്യം ചോദിക്കുമ്പോൾ ഇപ്പൊ മോളി പറയണ, അച്ഛാ പുറത്ത് ഞാനൊരു ഭീകരജീവിയെ കണ്ടു എന്ന് പറയണം. ഇത് കേട്ടപ്പോ കെല്ലിയും ജോയും ചിരിക്കുകയാണ്. ഭീകരജീവിയോ? മോളെ നീ ഇങ്ങനെ ഒരുപാട് കഥകൾ കേട്ടിട്ടാണ്. ഇപ്പൊ മോളിയുടെ അടുത്ത് തന്നെ കെല്ലി ഇരിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ജോ പറയാണ്, ഞാൻ ഒന്ന് നോക്കട്ടെ ഭീകരജീവി ഉണ്ടോ ഇല്ലയോ എന്ന്. അതായത് ഇവര് വെറും തമാശയാക്കി എടുക്കുകയാണ് ഇതിനെ. പിന്നീട് ടോർച്ച് എടുത്തുകൊണ്ട് ഒരു തമാശ എന്നോണം ജോ നേരെ ജനലിന്റെ അരികിലേക്ക് ചെന്നിട്ട് പുറത്തേക്ക് ഇങ്ങനെ അടിച്ചു നോക്കുകയാണ്. ഇല്ല മോളെ, ഇവിടെ ഒരു ഭൂതമില്ല, ഒന്നുമില്ല. എന്നാൽ പെട്ടെന്നാണ് ഒരു സീനോമോർഫിനെ ഈ ജോ കാണുന്നത്. അധികം വൈകിയില്ല, അത് ഉള്ളിലേക്ക് ചാടി വന്ന് പെട്ടെന്ന് തന്നെ ജോയെ ആക്രമിക്കുകയാണ്. അവന്റെ ദേഹം മുഴുവനും വെട്ടി കേറിയിട്ടുണ്ട് ഈ ഒരു സീനോമോർഫ്. ഇപ്പൊ കെല്ലിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒരു കാര്യം അവൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ, മകളായിട്ടുള്ള മോളിയും തൂക്കിയെടുത്ത് ഓടി അവർ വീടിന് പുറത്തേക്ക് ഇറങ്ങി ഓട്ടുകയാണ്. ഇതിനുശേഷം കാണിക്കുന്നത് സ്കൂളിലാണ്. ആ ഒരു സ്വിമ്മിംഗ് പൂളിന്റെ ഭാഗത്ത് ജസിന്റെ 2 കൂട്ടുകാർ മരിച്ചു കിടക്കുന്നുണ്ടല്ലോ. അവരെ കൊന്ന ആ ഒരു സീനോമോർഫ് അവിടെ നിന്നുകൊണ്ട് അവരുടെ ഉള്ളിലേക്ക് എഗ്ഗ് നിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതേ നേരം അങ്ങോട്ടേക്ക് വന്ന പ്രിഡേറ്റർ ഈ 2 ഏലിയൻസിനെയും കുന്തം വെച്ച് കുത്തി കൊന്നുകളയാണ്. മാത്രമല്ല ആ ഒരു സ്വിമ്മിംഗ് പൂളിലേക്ക് അതിന്റെ ആ ഒരു ബോഡി ഇട്ട് ആ സ്വിമ്മിംഗ് പൂളിലേക്ക് തന്നെ അതിന്റെ ആ ഒരു നീല ദ്രാവകം ഒഴിക്കുന്നുണ്ട്. അതായത് പൂർണ്ണമായിട്ടും സീനോമോർഫുകളെ ഇല്ലാതാക്കി തെളിവ് നശിപ്പിക്കാൻ വേണ്ടി മനുഷ്യരാരും ഇത് കണ്ടുപിടിക്കാൻ പാടില്ല. എന്തായാലും ഈ ഏലിയൻസും പ്രിഡേറ്റേഴ്സും ഇവിടെ ഇങ്ങനെ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പോലീസുകാരും അവിടുത്തെ നാട്ടുകാരും ഇവരുടെ എല്ലാവരുടെയും ശ്രദ്ധ ഇപ്പോൾ ആ ഒരു പവർ ഹൗസിലാണ്. കാരണം അതാകെ തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. കുറെ പോലീസുകാരും ആംബുലൻസും അങ്ങനെ കുറെ ടീം അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് പോലീസുകാരായിട്ടുള്ള എഡ്ഡിയും സ്റ്റീഫനും ഉണ്ട് കേട്ടോ. സോ ഈ സമയത്ത് സ്റ്റീഫന്റെ അടുത്തേക്ക് റിക്കിയും ജസ്സും അതുപോലെ തന്നെ ജസ്സിനെ ഇഷ്ടപ്പെടുന്ന ആ ഒരു പയ്യൻ, തൽക്കാലം നമുക്ക് അവനെ റോബിൻ എന്ന് വിളിക്കാം. അപ്പൊ ഇവർ 3 പേരും വന്നിട്ട് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഭയം കാരണം ഒന്നിന്റെ വായിന്നൊന്നും പുറത്തേക്ക് വരുന്നില്ല. എന്തോ വലിയ അപകടമുണ്ട് സ്കൂളിൽ, അത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ സ്റ്റീഫൻ ചോദിക്കുകയാണ്, എന്താ നിങ്ങൾ അവിടെ കണ്ടത്, എന്താ സംഭവിച്ചത്? അപ്പൊ ഇവരിങ്ങനെ പറയുന്നുണ്ട് ഇവരുടെ കൂട്ടത്തിൽ 2 പേര് മരിച്ചുപോയി. എന്നാൽ ഇവരെ ആരാണ് കൊന്നത്, എന്താണ് അവിടെ സംഭവിച്ചത് എന്നൊന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും എഡ്ഡിയും സ്റ്റീഫനും കൂടെ അവിടം വരെ ഒന്ന് പോയി നോക്കാന്ന് തീരുമാനിക്കുകയാണ്. അവർ 2 പേരും നേരെ സ്കൂളിലെ ആ ഒരു സ്വിമ്മിംഗ് പൂളിന്റെ ഭാഗത്തേക്ക് ചെന്ന് നോക്കുന്നുണ്ട്. എന്നാൽ നിറയെ വെള്ളം ഉണ്ടായിരുന്ന ആ സ്വിമ്മിംഗ് പൂളിൽ ഒരു തരി പോലും വെള്ളം ഇപ്പോൾ ഇല്ല. അതിന്റെ കാരണം എന്തായിരിക്കും? അത് തന്നെ ആ ആസിഡ് പ്രിഡേറ്റർ ഇതിലേക്ക് ഒഴിച്ചതുകൊണ്ട് ആ വെള്ളം വരെ നീരാവിയായി പോയി. കൂടുതലായിട്ടൊന്നും അവിടെ വെച്ച് ഈ എഡ്ഡിക്കും സ്റ്റീഫനും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. പിന്നീട് കുട്ടികളുടെ ഷെൽഫും കാര്യങ്ങളൊക്കെ വെച്ച് ആ ഒരു ഭാഗത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് രക്തം മുഴുവനായിട്ടും ചുമരിലൊക്കെ നിറഞ്ഞു ഒഴുകുകയാണ്. ഇത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ സ്റ്റീഫൻ ഒരു കാര്യം മനസ്സിലായി, സംതിങ് എന്തോ വലിയൊരു ആപത്ത് ഇവിടെ നടക്കാൻ പോവാണ്. അതുകൊണ്ട് തന്നെ എഡ്ഡിയോട് സ്റ്റീഫൻ പറയുന്നുണ്ട്, എടോ ഇത് നമ്മുടെ കയ്യിൽ ഒതുങ്ങില്ല, നാഷണൽ ഗാർഡിനോട് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറയണമെന്ന് പറയണം. എഡ്ഡി വേഗം തന്നെ ഈ ഒരു കാര്യം മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്യാണ്. ഇതേ സമയത്ത് തന്നെ ഡാർസി, അതായത്
അതായത് കാണാതായ മകനെയും അതുപോലെ തന്നെ ഹസ്ബൻഡിനെയും തേടിക്കൊണ്ട് അവർ ആ ഒരു സിറ്റി മുഴുവൻ രാത്രി വരെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഡാർസി ഇപ്പൊ നേരെ ചെന്ന് കയറുന്നത് കഫേയിലേക്കാണ്. അതായത് ക്യാരി എല്ലാം ജോലി ചെയ്യുന്ന ഒരു കഫേ ഉണ്ടല്ലോ, അവളെ നേരത്തെ തന്നെ ഡാർസിക്ക് അറിയാം. അപ്പൊ ക്യാരിന്ന് വിളിച്ച് നേരെ പോകുന്നത് കിച്ചണിലേക്കാണ്. എന്നാൽ കിച്ചണിൽ വെച്ച് ഡാർസി കാണുന്ന കാഴ്ച എന്താ, വയറ് പൊട്ടി പൊളിഞ്ഞു കിടക്കുന്ന ക്യാരിയാണ്. അവളും ഇതുപോലെ തന്നെ പേടിച്ച് നിലവിളിച്ച് അവിടുന്ന് തിരിഞ്ഞു ഓടുകയാണ് കേട്ടോ. ഇപ്പൊ വേറൊരു സ്ഥലത്ത് ഒരു മരത്തിൽ നിറയെ പച്ച നിറത്തിലുള്ള എന്തോ ഒരു സംഭവം കാണുന്നുണ്ട്. അത് അതിന്റെ രക്തമാണ്, അതായത് പ്രെഡേറ്ററിന്റെ രക്തമാണ്. ഈ സീനോമോർഫുകളോട് ഫൈറ്റ് ചെയ്ത് അതിന്റെ ദേഹത്തും കുറെ മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനെല്ലാത്തിനും സ്റ്റിച്ച് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പ്രെഡേറ്റർ. ഇപ്പോൾ ഇതിനുശേഷം എഡിയും സ്റ്റീഫനെയും കാണിക്കുകയാണ്. രാത്രി നല്ല രീതിയിൽ മഴ പെയ്യാനും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മാത്രമല്ല ഇവരുടെ വണ്ടിയിൽ റിക്കിയുണ്ട്, ജെസ്സുണ്ട്, പിന്നെ ഒരു പയ്യൻ റോബിനും ഉണ്ട്. അങ്ങനെ ഇവരിവിടുന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇവരുടെ മുന്നിലേക്ക് ഡാർസി വന്ന് ചാടുകയാണ്. അവളാകെ ഭയന്ന് പേടിച്ച് വിറച്ചിരിക്കുകയാണ്. അപ്പൊ എന്താ കാര്യം നേടി ചോദിക്കുമ്പോൾ സാറേ ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കില്ല. ആ റേയുടെ ഭാര്യ ഉണ്ടല്ലോ ക്യാരി, അവളുടെ വയറൊക്കെ പൊട്ടി പൊളർന്ന് എന്റെ അമ്മയെ കാണാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു രൂപത്തിൽ ഞാൻ അവളെ കണ്ടു എന്ന് പറയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്റ്റീഫൻ പറയുന്നുണ്ട്, എഡി കാര്യങ്ങൾ കൈവിട്ട് പോവാണ്, നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അവരോട് ഇങ്ങോട്ടേക്ക് വരാൻ പറയണം. ഇപ്പൊ എഡി പറയാണ്, നാഷണൽ ഗാർഡ് ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ നമുക്കിപ്പോൾ വേണ്ടത് ആയുധങ്ങളാണ്. നമ്മുടെ ഈ ഒരു ടൗണിനെ ബാധിച്ചിരിക്കുന്ന പ്രശ്നം അതെന്താണെങ്കിലും നമുക്ക് നേരിടാൻ ആയുധങ്ങൾ വേണം. സോ ഇപ്പൊ ഇവർക്ക് ആയുധം കിട്ടാൻ ഒരേ ഒരു വഴിയുള്ളൂ, ഇവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു ഗണ്ണിന്റെ ഷോപ്പ് അത് അടിച്ചു പൊളിച്ച് ഉള്ളിലേക്ക് കയറുക, അത്യാവശ്യം ഗണ്ണുകൾ എടുക്കുക. ഇപ്പൊ തൽക്കാലം ഇവരത് ചെയ്യാണ്. എന്നാൽ അതേ നേരത്തെ തന്നെ നാഷണൽ ഗാർഡ് ടൗണിന്റെ മറ്റൊരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അവര് വേഗം തന്നെ ഈ എഡിയോട് ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇങ്ങോട്ടേക്ക് വന്ന നാഷണൽ ഗാർഡ് എന്താണ് ശരിക്കും ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി അവിടെ പരിശോധന നടത്തുന്ന സമയത്ത് കൂട്ടത്തിൽ ഓരോ ഗാർഡിനെയും കാണാതാവുകയാണ്. ഇപ്പൊ എഡിയോട് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ഗാർഡ്, അയാളുടെ പേര് ലൂതർ എന്നാണ്. അപ്പൊ ലൂതർ പറയുന്നത്, എഡി ഒരു മിനിറ്റ് ഞാൻ ഇപ്പൊ നിന്നെ വിളിക്കാം. പക്ഷേ കോള് കട്ടാക്കുന്നില്ല. ഇതേ നേരത്തെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഓരോ ഗാർഡുകളെയായിട്ടും എന്തോ ഒന്ന് വന്ന് കൊന്ന് കൊലവിളിക്കുകയാണ്. അപ്പൊ ആ ഒരു ഗാർഡുകളും തിരിച്ച് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആളുകളുടെ കരച്ചിലും അതുപോലെ തന്നെ ഷൂട്ട് ചെയ്യുന്ന ശബ്ദവും ആ വാക്കി ടോക്കിയിലൂടെ എഡി കേൾക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നീട് ആരുടെയും ശബ്ദം കേൾക്കാതെയായി. എഡി പല തവണ ലൂതർ പ്ലീസ് റിപ്പോർട്ട് എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ യാതൊരു മറുപടിയില്ല. കാരണം ലൂതർ അടക്കം അങ്ങോട്ടേക്ക് വന്ന നാഷണൽ ഗാർഡിൽ എല്ലാവരും മരണപ്പെട്ടു. എന്തായാലും തൽക്കാലത്തേക്ക് ഇവരുടെ എല്ലാവരുടെയും കയ്യിൽ ഇപ്പൊ ആയുധം കിട്ടിയിട്ടുണ്ട്. ഗണ്ണ് ഈ ഒരു ഷോപ്പിൽ നിന്ന് എടുത്തിട്ടുണ്ടല്ലോ. ഇതേ സമയം തന്നെ എഡിയും അതുപോലെ സ്റ്റീഫനും വന്ന അവരുടെ ആ ഒരു പോലീസ് വാഹനം ഉണ്ടല്ലോ, അത് പുറത്തുണ്ടല്ലോ. ഈ വണ്ടി കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് രണ്ടുപേരും ഓടി വരുന്നുണ്ട്. മറ്റാരുമല്ല, ഏലിയൻസിൽ നിന്നും ഓടി രക്ഷപ്പെട്ട കെല്ലി അതുപോലെ തന്നെ മകളായിട്ടുള്ള മോളി. അവരങ്ങോട്ടേക്ക് വന്ന പാട് തന്നെ ഇപ്പൊ നമ്മുടെ എഡിയും സ്റ്റീഫനും കൂടെ ഉള്ളിലേക്ക് വന്നിരിക്കാൻ പറയാണ്. പേടിക്കേണ്ട, നിങ്ങൾ ഇവിടെ സേഫ് ആണെന്ന് പറയാണ്. മാത്രമല്ല ഈ നഗരത്തിൽ മുഴുവനായിട്ടും പവർ കട്ട് ആയിരിക്കുകയാണ്. അതുപോലെ തന്നെ എന്തൊക്കെയോ ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് നാട്ടുകാർക്ക് മനസ്സിലായി. സോ ഈ കാര്യം കാട്ടുതീ പോലെ അവിടെ പടരുകയാണ്. ജനങ്ങൾ മുഴുവൻ പാനിക്കാണ്. എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. ഒരുപാട് പേര് മരണപ്പെട്ടു കഴിഞ്ഞു, അതും ബ്രൂട്ടലായിട്ട്. സോ എല്ലാ ആൾക്കാരും ഈ ഒരു നഗരം വിട്ട് തന്നെ പുറത്തേക്ക് പോവാണ്. സോ ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഒരു ഭാഗത്ത് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ ഹോസ്പിറ്റലിലേക്കും ഒരുപാട് എമർജൻസി കേസുകൾ വന്നിട്ടുണ്ട്. എന്നാൽ ഡോക്ടർമാർക്ക് പോലും തിരിയുന്നില്ല ഇതിനൊക്കെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന്. ഇപ്പൊ ഈ ഹോസ്പിറ്റലിന്റെ മറ്റൊരു ഭാഗത്ത് കാണിക്കുകയാണ്. അതായത് പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകളും പ്രസവിച്ച കുഞ്ഞുങ്ങളെയും ഇവരെല്ലാം വെക്കുന്ന ആ ഒരു വാർഡ്. അവിടെ തന്നെ ഒരുപാട് ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളുണ്ട്. ഇപ്പൊ അതിലൊരു സ്ത്രീ, അവർ പ്രസവിക്കാൻ അധികം നേരമൊന്നുമില്ല. അവരിങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് ആ റൂമിലേക്ക് വലിയൊരു നിഴല് വരികയാണ്. കണ്ടപ്പോൾ തന്നെ അവർ ആദ്യം ഒന്ന് പേടിച്ചു പോയിട്ടോ. പിന്നീട് ആ ഒരു കർട്ടൻ മാറ്റി ആ ഒരു രൂപം ഉള്ളിലേക്ക് വന്നപ്പോൾ ശരിക്കും അവിടെ ഉണ്ടായിരുന്ന ഗർഭിണികളായ സ്ത്രീകളെല്ലാവരും പേടിച്ച് വിറയ്ക്കുകയാണ്. മാത്രമല്ല ഇങ്ങോട്ടേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് സിനോമോർഫിന്റെ തന്നെ ആ ഒരു തലവനാണ്. പ്രിഡേറ്ററിന്റെ തലയും അതുപോലെ സിനോമോർഫിന്റെ ഉടലുള്ള ആ ഒരു ഏലിയൻ തന്നെ. എന്നാൽ ഇത് ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഈ സ്ത്രീയെ കൊല്ലില്ല, പകരം അവരുടെ തലയിൽ അള്ളിപ്പിടിച്ച് ഇതിന്റെ വായിൽ നിന്നും എന്തോ ഒരു സാധനം മുഴമുഴയായിട്ട് അവരുടെ തൊണ്ടയിലൂടെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് ബാക്കിയുള്ള എല്ലാവരും പേടിച്ച് ഉറക്കനെ കരയാണ്. ഇതെന്താണിത്, കരച്ചിൽ മാത്രമാണ് പല ഭാഗത്തും. ഓക്കെ, എന്തായാലും കഥ ബാക്കി പറയുന്നതിന് മുന്നേ ആയിട്ടൊരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് ഈ കഥയൊക്കെ ഇഷ്ടമാവുന്നുണ്ടോ? നമ്മുടെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിക്കുക. പിന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറ. എന്നാലല്ലേ എനിക്ക് കൂടുതലായിട്ടുള്ള കഥകൾ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ആവേശം ഉന്മേഷമൊക്കെ ഉണ്ടാവുള്ളൂ. ഓക്കെ, കഥയിലേക്ക് തിരിച്ചു വരാം. ഇപ്പൊ ഇവരെല്ലാവരും ഒളിച്ചിരിക്കുന്ന ആ ഒരു ഗൺ ഷോപ്പ് ഉണ്ടല്ലോ, പെട്ടെന്ന് അങ്ങോട്ടേക്കും ഏലിയൻസ് വരികയാണ്. പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ ഇതെന്താ സാധനം, ഇതിനെങ്ങനെയാ നേരിടേണ്ടതെന്ന് പോലും ഇവർക്ക് തിരിയുന്നില്ല കേട്ടോ. അങ്ങനെ ആ ഒരു അന്താളിപ്പിൽ ആ ഒരു പകച്ചു നിൽക്കാന്നൊക്കെ പറയില്ലേ, ആ അവസ്ഥയിലാണ് എല്ലാവരും. എന്നാൽ പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് പ്രെഡേറ്റർ വരുന്നത്. അവരുടെ മുന്നിലുള്ള ഓരോ ഏലിയനെയും ഈ ഒരു പ്രെഡേറ്റർ കൊന്നുകളയാണ്. ഇത് കണ്ട എഡി ഇവനാകെ വായം പൊളിച്ച് ഇതെന്താണിത്, അന്താളിച്ച് നിൽക്കാന്നൊക്കെ പറയില്ലേ, ആ അവസ്ഥയിലാണ് ഇപ്പോ. ബാക്കിയുള്ള എല്ലാവരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട്. എന്നാൽ നമ്മുടെ ജസ്സിന് ഇഷ്ടപ്പെട്ട ആ ഒരു പയ്യനുണ്ടല്ലോ റോബിൻ, അവൻ മാത്രം ഒരു സിനോമോർഫിന്റെ കയ്യിൽ പെട്ടുപോവാണ്. എന്നാൽ അപ്പോഴേക്കും പ്രിഡേറ്റർ ആ സിനോമോർഫിനെയും കൊല്ലുകയാണ്. എന്നാൽ അതിന്റെ ആ ഒരു പച്ച രക്തം റോബിന്റെ ദേഹത്തായി അവന്റെ ശരീരം മുഴുവൻ ഉരുകി പോവാണ്. പിന്നീട് ബാക്കിയുള്ള എല്ലാവരും ഓടി ഇവിടുന്ന് രക്ഷപ്പെടുന്നുണ്ട്. ഇതേ സമയത്തിന് ഹോസ്പിറ്റലിൽ കാണിക്കുകയാണ്. ഡോക്ടർ ഇപ്പോൾ ആ ഒരു പ്രസവ വാർഡിന്റെ ഭാഗത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ഒരൊറ്റൊരാൾ പോലും ജീവനോടെ ഇല്ല. എന്നാൽ ഒരു സ്ത്രീ മാത്രം വയറിൽ പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവരുടെ വയറ്റിന്ന് എന്തൊക്കെയോ പുറത്തേക്ക് വരാൻ നോക്കാണ്. അവസാനം അവരുടെ വയറങ്ങോട്ട് പൊട്ടുകയാണ്. പൊട്ടിയ സമയത്ത് ഒരു 4-5 സീനോമോർഫയുടെ കുഞ്ഞുങ്ങൾ, അതുപോലെ തന്നെ ആ ഒരു ഏലിയൻ ആൽഫ ഉണ്ടല്ലോ, അതായത് സീനോമോർഫിന്റെ തലവൻ, അത് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആ ഡോക്ടറിനെ അത് കൊന്നുകളയാണ്. ഇപ്പൊ മറ്റൊരു ഭാഗത്ത് എഡി, സ്റ്റീഫൻ, ബാക്കിയുള്ള എല്ലാവരും നേരത്തെ പട്ടാളക്കാർ വന്നില്ലേ, അതായത് നാഷണൽ ഗാർഡ്സ്, അവർ വന്ന് അവരുടെ ആ ഒരു വണ്ടിയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. വലിയ ടാങ്കുകളോ അങ്ങനെയുള്ള എന്തോ
എന്തോ ഒരു വണ്ടിയാണ്. എന്തായാലും അങ്ങോട്ടേക്ക് വന്ന് വാക്കി ടോക്കി ഉപയോഗിച്ച് മുകളിലേക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് എഡ്രി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ മറുഭാഗത്തു നിന്ന് യാതൊരു റെസ്പോൺസും കിട്ടുന്നില്ല. അതായത് ഞങ്ങളിവിടെ പെട്ടെടുക്കുകയാണ്, സഹായം ആവശ്യമുണ്ട്, എങ്ങനെയെങ്കിലും ഈ നഗരം വിട്ട് പോകാൻ ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് ഇതിന്റെ മറുഭാഗത്തായിട്ട് ഒരാൾ ഉണ്ടായിരുന്നു. ഇത് കേട്ടുകൊണ്ട് ആ ഒരു ആള് കുറച്ചേരം മിണ്ടാതിരുന്നിട്ട് കുറച്ചേരം കഴിഞ്ഞിട്ട് റെസ്പോൺസ് ആക്കുകയാണ്. ഞാൻ കേണൽ സ്പെൽ US ആർമിയിൽ നിന്നാണ്. ഈ സമയത്ത് എഡ്രി പറയണം, ഓക്കെ സാറേ, ഞങ്ങളിപ്പോ ഇനി എന്താ ചെയ്യേണ്ടത്, ഞങ്ങൾ ആകെ പെട്ടുകിടക്കുകയാണ്, എന്തെങ്കിലും വഴിയുണ്ട് ഇവിടുന്ന് രക്ഷപ്പെടാനായിട്ട്. ഈ സമയത്ത് വീണ്ടും ഇയാൾ ഒരു മൗനം പാലിക്കുകയാണ്. അതായത് ഇയാളുടെ ഉള്ളിൽ വേറെ എന്തോ ഒരു പദ്ധതിയാ തോന്നുന്നു. ഇപ്പൊ ഈ ഒരു കേണൽ സ്പെല്ല് പറയാണ്, നിങ്ങളൊരു കാര്യം ചെയ്തേക്ക്, ഗിലിയം സർക്കിൾ, അതായത് ടൗണിന്റെ ഒത്ത നടുവിലേക്ക് പോയാൽ മതി, എല്ലാവരെയും കൊണ്ടുപോകാനായിട്ട് ഫ്ലൈറ്റ് അങ്ങോട്ടേക്ക് എത്തിക്കോളൂ എന്ന് പറയണം. സോ വേഗം തന്നെ ആ ഒരു മിലിറ്ററിയുടെ വണ്ടി എടുത്തുകൊണ്ട് ഇവരിനി ആ ഒരു ഗിലിയം സർക്കിളിലേക്ക് പോകാൻ നിൽക്കുകയാണ്. എന്നാൽ പട്ടാളക്കാർ ഉപയോഗിക്കുന്ന ഈ ഒരു വണ്ടി ആരോടിക്കും? കൂട്ടത്തിലൊരു പട്ടാളക്കാരി ഉണ്ടല്ലോ, മറ്റാരുമല്ല, കെല്ലി തന്നെ. അവൾ ഞാൻ ഓടിക്കാന്ന് പറഞ്ഞിട്ട് മുന്നോട്ടേക്ക് വന്ന് വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ്. ഇതേ സമയത്തിന് പ്രിഡേറ്റർ ഓരോ സീനോമോർഫിനെയും മാർക്ക് ചെയ്ത് അതിനെ വേട്ടയാടാനായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ നേരം തന്നെ കെല്ലി ആ ഒരു വണ്ടിയുമായിട്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ പെട്ടെന്ന് അവൾ വണ്ടി സ്റ്റോപ്പ് ആക്കുകയാണ്. അപ്പൊ എഡ്ഡി എന്താ കാര്യം ചോദിക്കുമ്പോൾ, അല്ല, ഗിലിയം സർക്കിൾ എന്ന് പറഞ്ഞാൽ ടൗണിന്റെ സെന്ററിലല്ലേ, നമ്മൾ ഈ കണ്ട ജീവികള് ആ ടൗണിന്റെ സർക്കിളിൽ മുഴുവൻ ചുറ്റിയിട്ടുണ്ടാവില്ലേ, അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ പണിയല്ലേ, ശരിക്കും അയാൾ നമ്മളോട് നുണ പറഞ്ഞതായിരിക്കല്ലേ. ഈ നേരത്ത് എഡ്ഡി ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്, ഗവൺമെന്റ് അപ്പൊ നമ്മളോട് നുണ പറഞ്ഞതെന്നാണോ? എന്നാൽ കെല്ലി പറയുന്നത് അങ്ങനെയല്ല, പക്ഷേ ഈ സമയത്ത് അങ്ങോട്ടേക്ക് പോവുക, അതുപോലെ തന്നെ അവിടെ സഹായിക്കാനായിട്ട് ഒരു ഫ്ലൈറ്റ് എത്തും, എനിക്കെന്തോ ഇതൊരു നുണയായിട്ടാണ് തോന്നുന്നത്. എന്നാൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല എന്ന് തന്നെ എഡ്ഡി പറയാണ്. അതായത് ഗവൺമെന്റ് നമ്മൾ ഒരിക്കലും പെടുത്തില്ല. എന്നാൽ ബാക്കിയുള്ള എല്ലാവരും ഇപ്പോൾ കെല്ലി പറയുന്നത് ശരിവെക്കാണ്. അതായത് ടൗണിന്റെ സെന്ററിലേക്ക് പോയാൽ അവിടെ ആ ഒരു ജീവികൾ നിറഞ്ഞിട്ടുണ്ടാവില്ലേ, വെറുതെ അതിന്റെ എല്ലാം അണ്ണാക്കിലേക്ക് കയറി കൊടുക്കുന്നത് പോലെ ആവില്ലേ ഇത് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അപ്പൊ പിന്നെ വേറെ എന്താണ് ഒരു വഴി? ആ സമയത്താണ് ഡാർസി ഒരു കാര്യം പറയുന്നത്, ഈ ഹോസ്പിറ്റലിലെ മുകളിലായിട്ട് എമർജൻസി സിറ്റുവേഷൻ വന്നാൽ ഉപയോഗിക്കാനായിട്ട് ഒരു ഹെലികോപ്റ്റർ ഉണ്ട്, അത് ഉപയോഗിച്ചാൽ നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ലേ. ഇത് കേട്ടപ്പോൾ എഡ്ഡി പറയുന്നത്, വെറുതെ വെഡിത്തരം പറയാൻ നിൽക്കില്ലേ, നമുക്ക് എത്രയും പെട്ടെന്ന് ഗിലിയം സർക്കിളിലേക്ക് പോകാന്ന് പറയാണ്. എന്നാൽ ഇതേ നേരത്താണ് അതിലൂടെ മറ്റൊരു വാഹനം പോകുന്നത്. പെട്ടെന്ന് തന്നെ അതിനെ കൈ കാണിച്ച് നിർത്തുകയാണ്. വേറെ ആരും ഗിലിയം സർക്കിളിലേക്ക് പോവാത്തത് കൊണ്ട് ആ വണ്ടിയിൽ കയറിയിട്ട് ഇപ്പൊ എഡ്ഡി അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുകയാണ്. എന്നാൽ ആ വണ്ടിയിൽ ഉണ്ടായിരുന്ന ഒരാൾ ഇറങ്ങിയിട്ട് ഇവരുടെ കൂടെ വരികയാണ്. അയാളുടെ പേര് സാം എന്നാണ്. അതുപോലെ തന്നെ ഇവിടുന്ന് പോകുന്നതിന് മുന്നേ എഡ്ഡി ഇപ്പോൾ സ്റ്റീഫനോട് ഒരു കാര്യം പറയുന്നുണ്ട്, സ്റ്റീഫ, നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് ശരിയാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല, എനിക്ക് തോന്നുന്നത് നമ്മൾ രണ്ടുപേരും ചെയ്യുന്ന തെറ്റാന്നാ, നമുക്ക് എന്തായാലും പിന്നെ കാണാടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആ ഗിലിയം സർക്കിളിലേക്ക് പോകുന്ന വണ്ടിയിൽ കയറിയിട്ട്, അതായത് ടൗണിന്റെ സെന്ററിലേക്ക് എഡ്ഡി പോവുകയാണ്. അതുപോലെ തന്നെ സ്റ്റീഫനും റിക്കിയും ഇവരുടെ കൂടെ നിന്നവരെയും കൂട്ടി നേരെ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഇതിന്റെ മുകളിലാണ് ആ ഒരു ഹെലികോപ്റ്റർ ഉള്ളത്. അങ്ങനെ ആ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് ഇവർ കയറി കഴിഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാരെ ഈ ഏലിയൻസ് കൊന്നിട്ടത് കണ്ട് ഇവർ തന്നെ ആകെ ഞെട്ടിപ്പോവാണ്. അതുപോലെ ഹോസ്പിറ്റലിന്റെ ഉൾഭാഗം എല്ലാം ഈ ഏലിയൻസ് ഉണ്ടല്ലോ അതിന്റേതായ ഒരു സ്ഥലം തന്നെ ആക്കി മാറ്റിയിരിക്കുകയാണ്. എന്തായാലും ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് ഇവരുടെ ടീമിലേക്ക് അവസാനമായിട്ട് വന്ന സാം ഉണ്ടല്ലോ, അവനെ ഒരു ഏലിയൻ പിടികൂടുകയാണ്. അവനെ കൊന്നു കളയുന്നുണ്ട്. ബാക്കിയുള്ളവർ വന്ന് രക്ഷിക്കാൻ നോക്കുമ്പോഴേക്കും അവൻ മരിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ ഏലിയൻസിനെ പിടിക്കാനായിട്ട് അങ്ങോട്ടേക്ക് ഇപ്പൊ ആ ഒരു പ്രിഡേറ്ററും വന്നിരിക്കുകയാണ്. ഇവറ്റകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ടുള്ള ഫൈറ്റ് നടക്കുന്നുണ്ട്. അതായത് പ്രിഡേറ്റർ ഭയങ്കര പവർഫുൾ ആണെങ്കിലും ഏലിയൻസ് ഒരുപാട് വരുന്നത് കൊണ്ട് എല്ലാത്തിനെയും കൂടെ ഒരുമിച്ച് കൊല്ലാൻ കഴിയുന്നില്ല. ചിലതിന്റെ വായിലേക്ക് ആ ഒരു ആസിഡ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. മാത്രമല്ല കുറച്ച് അകലെയുള്ള ഏലിയനെ കൊല്ലാനായിട്ട് അവന്റെ കയ്യിൽ ഉണ്ടായിരുന്ന 2 ബ്ലേഡ് ഉണ്ട്. ആ ബ്ലേഡ് വെച്ച് ഒരേറ്റ ഏറ് കൊടുക്കുകയാണ്. ആ 2 ബ്ലേഡും ലക്ഷ്യസ്ഥാനത്ത് തട്ടി ഏലിയൻസിനെ, അതായത് സീനോമോർഫിനെ 2 കഷ്ണമാക്കി വീണ്ടും ആ ഒരു ബ്ലേഡ് മുന്നോട്ടേക്ക് തെറിച്ചു പോവാണ്. ആ നേരത്താണ് ആ വഴിയിലൂടെ റിക്കിയും ജെസ്സും ബാക്കിയുള്ള എല്ലാവരും ഓടിപ്പോകുന്നത്. അപ്പൊ അവരുടെ മുന്നിൽ ഉണ്ടായിരുന്ന ജെസ് ആയിരുന്നു. ഇപ്പൊ വന്ന് ഈ ഒരു ബ്ലേഡ് അവളുടെ ദേഹത്തങ്ങ് കയറി ചുമരിലേക്ക് തുളച്ചു കയറുകയാണ്. റിക്കി തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ജെസ്സിന്റെ മരണം അവൻ നേരിട്ട് കാണുകയാണ്. അവന് പുള്ളിലുണ്ടായിരുന്ന ആ ഒരു പ്രിഡേറ്ററിനെയും കാണുകയാണ്. അതാണ് ആ ഒരു ബ്ലേഡ് ഇറങ്ങിയെന്ന് അവന് മനസ്സിലായി. ഇപ്പൊ ഭ്രാന്തമായ ഒരു തീരുമാനം അവൻ എടുക്കുകയാണ്. ജെസ്സിനെ കൊന്ന ആ ഒരു പ്രിഡേറ്ററിനെ ഞാൻ കൊല്ലുന്ന് പറഞ്ഞിട്ട് ആ ഗണ്ണ് എടുത്തുകൊണ്ട് അവൻ ആ ഒരു പ്രിഡേറ്ററിന്റെ നേരെ പായാണ്. എന്നാൽ ഇതേ നേരം അവിടെ ഉണ്ടായിരുന്ന ഒരു ഏലിയനുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് പ്രിഡേറ്റർ അവിടെ ഉണ്ടായിരുന്ന ലിഫ്റ്റിന്റെ ഉള്ളിലേക്ക് വീഴുന്നുണ്ട്. ഭ്രാന്തനെ പോലെ അങ്ങോട്ടേക്ക് ഓടി വന്ന റിക്കി താഴേക്ക് ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അത് ലക്ഷ്യസ്ഥാനത്ത് തട്ടുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല കേട്ടോ. ബുള്ളറ്റ് തീർന്നപ്പോൾ ഗണ്ണ് താഴേക്ക് ഇടുകയാണ്. അവൻ കിടന്ന് കരയാൻ തുടങ്ങി. അതുപോലെ തന്നെ ഈ പ്രിഡേറ്ററിന്റെ കയ്യിൽ നിന്ന് വീണുപോയ ഒരു ഗണ്ണ് ഇപ്പൊ അവന്റെ കയ്യിൽ കിട്ടുന്നുണ്ട്. എന്നാൽ ഇതേ നേരം അവിടെ ഒളിച്ചിരുന്ന ഒരു സീനോമോർഫ് അതിന്റെ വാല് വെച്ച് അവന്റെ ഷോൾഡറിൽ തുളച്ച് കയറ്റുകയാണ്. ഇത് കണ്ട് അവിടെ ഉണ്ടായിരുന്ന കെല്ലിയും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റീഫനും പെട്ടെന്ന് തന്നെ വെടിവെച്ച് ആ ഒരു ഏലിയൻ അവിടെ നിന്ന് ഓടിപ്പിക്കുന്നുണ്ട്, അതായത് സീനോമോർഫിനെ. അതിന്റെ കുത്തുകൊണ്ട് റിക്കി നിലത്ത് വീണെങ്കിലും അവൻ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവനെയും താങ്ങിയെടുത്തുകൊണ്ട് ഇവർ വേഗം ഇവിടുന്ന് പോവാണ്. ഇതേ സമയത്ത് തന്നെ ഗിലിയം സർക്കിൾ അങ്ങോട്ടേക്ക് എത്തി നമ്മുടെ എഡ്ഡിയെ കാണിക്കുകയാണ്. അവിടെ എഡ്ഡി മാത്രമല്ല ആ നാട്ടുകാർ മുഴുവനും അങ്ങോട്ടേക്കാണ് വന്നിരിക്കുന്നത്. അപ്പൊ അവിടെ എത്തിയപാട് തന്നെ എഡ്ഡി ബാക്കിയുള്ള പോലീസുകാരോട് ചോദിക്കുകയാണ്, എല്ലാവരും എത്തിക്കഴിഞ്ഞല്ലേ, അധികം വൈകാതെ ഇങ്ങോട്ടേക്ക് ഒരു ഫ്ലൈറ്റ് വരുന്നുണ്ട് നമ്മളെല്ലാവരെയും രക്ഷപ്പെടുത്താനായിട്ട്. എന്തായാലും ഇവർ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇതേ സമയത്ത് തന്നെ റിക്കിയും കൂട്ടിക്കൊണ്ട് ഇവർ ആ ഒരു ഹോസ്പിറ്റലിലെ മുകളിലേക്ക് വന്നിട്ടുണ്ട്. കാരണം അവിടെയാണ് എമർജൻസി ആവശ്യത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന ഹെലികോപ്റ്റർ ഉള്ളത്. എന്നാൽ അങ്ങോട്ടേക്ക് കടക്കാനായിട്ട് അത്യാവശ്യം സെക്യൂർ ആയിട്ടുള്ള ഒരു വേലി തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാൽ അത് തകർക്കാനുള്ള നേരം ഇവർക്ക് കിട്ടുന്നില്ല. ഒരുപാട് സീനോമോർഫുകൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കെല്ലിയുടെ കയ്യിൽ ഗണ്ണുണ്ടല്ലോ, അവളൊരു പട്ടാളക്കാരിയാണ്, നന്നായിട്ട് ഉപയോഗിക്കാൻ അറിയാം. സോ പരമാവധി സീനോമോർഫുകൾ ഇങ്ങോട്ടേക്ക് വരാതിരിക്കാനായിട്ട് എല്ലാത്തിനും വെട്ടിവെച്ച് തുരത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഗ്യാപ്പിന് നമ്മുടെ സ്റ്റീഫൻ എങ്ങനെയൊക്കെ ആ ഒരു വേലി പൊളിച്ച് അതിന്റെ
അതിന്റെ ഉള്ളിലേക്ക് കടന്നിട്ടുണ്ട്. ഇതിനുശേഷം കേണൽ സ്പെല്ലിനെ കാണിക്കുകയാണ്. ഇയാളിപ്പോൾ ഉള്ളത് ആകാശത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫ്ലൈറ്റിലാണ്. എന്നാൽ ഇയാളുടെ മുഖത്ത് മറ്റെന്തൊക്കെയോ ചില ഭാവങ്ങളായിരുന്നു. ഇയാൾക്ക് വേറെ എന്തൊക്കെയോ ചില പദ്ധതികൾ ഉണ്ടായിരുന്നു. കോൾറാഡോ എന്ന ഒരു പട്ടണം ഉണ്ടല്ലോ, അതിന്റെ ഒരു പ്രത്യേക ഭാഗം മുഴുവനായിട്ട് ഇയാൾ മാർക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. സംതിങ് ഇയാൾ വേറെ എന്തോ ആണ് ചെയ്യാൻ പോകുന്നത്. അതേ നേരം തന്നെ കേണൽ സ്പെല്ലിനെ നമ്മുടെ എഡ്ഡി വിളിക്കുന്നുണ്ട്. എന്തായി നിങ്ങൾ പറഞ്ഞ ഒരു ഫ്ലൈറ്റ് ഇത്രയും നേരമായിട്ട് എത്തിയിട്ടില്ലല്ലോ. ഇപ്പൊ കേണൽ സ്പെല്ല് വീണ്ടും കുറച്ച് സൗമ്യമായിട്ട് മറുപടി കൊടുക്കുകയാണ്. നിങ്ങളൊന്ന് കാത്തിരിക്കുക, ഒരു 10 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ എത്തും. ഇതിനുശേഷം വീണ്ടും ഹോസ്പിറ്റലിൽ കാണിക്കുകയാണ്. അതായത് ഹെലികോപ്റ്റർ വെച്ച ആ ഒരു സ്ഥലത്തേക്ക് ഇവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും മുന്നിൽ വിട്ടിട്ട് ബാക്കിയുള്ള ഏലിയൻസിനെ പ്രിവെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്റ്റീഫനാണ്. കാരണം ഹെലികോപ്റ്ററിനെ കൺട്രോൾ ചെയ്യാൻ പോകുന്നതും അത് ഓടിക്കാൻ പോകുന്നതും പട്ടാളക്കാരിയായിട്ടുള്ള കെല്ലിയാണ്. സോ ബാക്കിയുള്ളവരെ അവൻ സേഫ് ആയിട്ട് തന്നെ ആ ഒരു ഹെലികോപ്റ്ററിന്റെ അടുത്തേക്ക് എത്തിക്കുന്നുണ്ട്. എന്നാൽ അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഇപ്പൊ സ്റ്റീഫന് കഴിയുന്നില്ല. അതുപോലെ നേരത്തെ പ്രിഡേറ്ററിന്റെ കയ്യിൽ നിന്ന് വീണുപോയ ആ ഒരു ഗൺ ഉണ്ടല്ലോ, അത് അവന്റെ കയ്യിലുണ്ട്. അത് വെച്ച് കുറെ സീനോമോർഫുകളെ അവൻ കൊല്ലുന്നുണ്ട്. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇത് ഒരു വട്ടം ഷൂട്ട് ചെയ്താൽ പിന്നീട് ഒന്ന് ചാർജ് ആവാൻ കുറച്ച് ടൈം എടുക്കും. ആ നേരത്താണ് അവന്റെ അരികിലേക്ക് മറ്റൊരു സീനോമോർഫ് വരുന്നത്. എന്നാൽ അപ്പോഴേക്കും ആ ഒരു ഗൺ അവൻ ചാർജ് ആക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ സീനോമോർഫിന്റെ തല അവൻ വെടിവെച്ച് പൊളിക്കുന്നുണ്ട്. ഈ നേരത്ത് ബാക്കിയുള്ള എല്ലാവരും ഹെലികോപ്റ്ററിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നാൽ ചേട്ടൻ വരാതെ ഹെലികോപ്റ്റർ എടുക്കാൻ പറ്റില്ല എന്ന് റിക്കി പറയാണ്. എന്നാൽ ആ നേരത്ത് ഇവരുടെ ഹെലികോപ്റ്ററിനെ മറ്റൊരു സീനോമോർഫ് അറ്റാക്ക് ചെയ്യാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഹെലികോപ്റ്റർ ഇവിടെ നിർത്തേ മതിയാവുള്ളൂ. എങ്ങനെയൊക്കെയോ അതിനെ ഇവർ പ്രതിരോധിക്കുന്നുണ്ട് കേട്ടോ. ഇതേ നേരത്തെ തന്നെ നമ്മുടെ സ്റ്റീഫനെ കാണിക്കുകയാണ്. സ്റ്റീഫന്റെ മുന്നിലേക്ക് ഇപ്പൊ വന്നിരിക്കുന്നത് കൂട്ടത്തിലെ കൊമ്പൻ, അതായത് ആൽഫ സീനോമോർഫാണ്. ഏകദേശം അതിന്റെ കയ്യിൽ പെട്ട് മരിക്കും എന്ന അവസ്ഥ വന്ന സമയത്ത് പെട്ടെന്ന് ഈ ഒരു ആൽഫ സീനോമോർഫ് അവിടുന്ന് തെറിച്ചു പോവാണ്. നോക്കുമ്പോ നമ്മുടെ പ്രിഡേറ്റർ ഇവൻ വന്നിരിക്കുകയാണ്. അതായത് ഇനി ആ പ്രിഡേറ്ററും ഈ ആൽഫ സീനോമോർഫും നേരിട്ട് ഏറ്റുമുട്ടാൻ പോവാണ്. അപ്പൊ ഈ ഒരു ഗ്യാപ്പിൽ എങ്ങനെയൊക്കെയോ നമ്മുടെ സ്റ്റീഫൻ ഓടിച്ചെന്ന് ആ ഹെലികോപ്റ്ററിൽ കയറുകയാണ്. ആ നേരത്തും അവിടെ ഒരു സീനോമോർഫ് ഉണ്ടായിരുന്നു. എങ്ങനെയൊക്കെയോ അതിനെയും കൊന്നിട്ട് ഹെലികോപ്റ്റർ അവരിപ്പോ അവിടുന്ന് ടേക്ക് ഓഫ് ചെയ്യാണ്. ഇതേ നേരം തന്നെ ആൽഫ സീനോമോർഫും ഈ പ്രിഡേറ്ററും തമ്മിൽ നേരിട്ടുള്ള യുദ്ധം ഫൈറ്റ് ആരംഭിക്കുകയാണ്. അതിന്റെ ആദ്യ ഘട്ടത്തിൽ പ്രിഡേറ്റർ തെറിച്ചു പോയി വീഴുന്നുണ്ട്. ഈ സമയത്ത് ദേഹത്തുണ്ടായിരുന്ന ആയുധങ്ങൾ മുഴുവൻ പ്രിഡേറ്റർ ഊരി താഴെ വെക്കുകയാണ്. അവസാനം അതിന്റെ ആ ഒരു മുഖം മൂടി താഴെ വെക്കുന്നുണ്ട് കേട്ടോ. കണ്ടാൽ പേടിയാവുന്ന വല്ലാത്തൊരു മുഖമാണ് അതിൻ്റെത്. പിന്നീട് അങ്ങോട്ടേക്ക് കിടിലം പറഞ്ഞാൽ കിടിലം ഫൈറ്റ് ആണ്. ആ ഫൈറ്റിനൊടുവിൽ ഈ ആൽഫ സീനോമോർഫിന്റെ വായിലെ നാക്ക് തന്നെ ഈ പ്രിഡേറ്റർ പിഴുതെടുക്കുന്നുണ്ട്. എന്നിട്ട് തലയിലൂടെ അതിന്റെ ബ്ലേഡ് കയറ്റുകയാണ്. എന്നാൽ ആ ഒരു മരണവെപ്രാളത്തിൽ സീനോമോർഫ് അതിന്റെ വാൽ ഉപയോഗിച്ച് ഈ പ്രിഡേറ്ററിന്റെ നെഞ്ചിലേക്കും കുത്തി കയറ്റുകയാണ്. സോ ആ ഫൈറ്റിൽ രണ്ടുപേരും മരണപ്പെടുന്നുണ്ട്. ഇതേ നേരം തന്നെ ഇങ്ങോട്ടേക്ക് ബാക്കിയുള്ളവരെ രക്ഷപ്പെടുത്താനായിട്ട് ഒരു ഫ്ലൈറ്റ് അയക്കുന്നു പറഞ്ഞല്ലോ. എന്നാൽ വന്നിരിക്കുന്നത് ഒരു യുദ്ധവിമാനമാണ്. അതിപ്പോ എഡ്ഡി കാണുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ആ യുദ്ധവിമാനം അങ്ങോട്ടേക്ക് വന്നത് ഇവരെ ആരും രക്ഷപ്പെടുത്താനായിരുന്നില്ല. ഈ പ്രദേശം മുഴുവൻ ഒറ്റയടിക്ക് നശിപ്പിക്കാനായിരുന്നു. വല്ലാത്തൊരു ചതിയായിപ്പോയി. അധികം വൈകാതെ ആ ഒരു ഫൈറ്റർ ജെറ്റിൽ നിന്നും ഒരു ബോംബ് വന്ന് താഴേക്ക് പതിക്കുകയാണ്. ആ ഏരിയ മുഴുവനും ഭസ്മമായി തീരുകയാണ്. അതായത് കെല്ലി പറഞ്ഞതായിരുന്നു ശരി. അവളൊരു പട്ടാളക്കാരി ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കളികളൊക്കെ അവൾക്ക് നന്നായിട്ട് അറിയാം. എന്തായാലും ഹെലികോപ്റ്റർ ഉപയോഗിച്ച് അവർ പുറത്തേക്ക് പോയത് കൊണ്ട് തന്നെ ഇവർ 4 പേരും ഇപ്പൊ രക്ഷപ്പെട്ടു. ഡാർസി ഇവരുടെ കൂട്ടത്തിലില്ല കേട്ടോ. ഞാൻ പറഞ്ഞപ്പോ ഒന്ന് മാറിപ്പോയതാണ്. ഡാർസി പോയത് എഡ്ഡിയുടെ കൂടെയാണ്. അതുകൊണ്ട് തന്നെ അവളിപ്പോ മരിച്ചു കഴിഞ്ഞു. എന്തായാലും ആ ഒരു ബ്ലാസ്റ്റിന്റെ ഷോക്ക് വേവിൽ പെട്ട് ഇവരുടെ ആ ഒരു ഹെലികോപ്റ്റർ കുറെ അധികം ദൂരത്തേക്ക് പോയി വീഴുന്നുണ്ട്. എന്നാൽ ആർക്കും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ജീവനോടെ രക്ഷപ്പെട്ടു. പക്ഷെ ഓൾറെഡി നമ്മുടെ റിക്കിക്ക് സീനോമോർഫിന്റെ ആ ഒരു വാല് കുത്തി പരിക്കേറ്റിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അവനിപ്പോ എഴുന്നേൽക്കാൻ കഴിയാതെ നിൽക്കുകയാണ്. പെട്ടെന്ന് അവർ വീണ് കിടക്കുന്ന ആ ഒരു കാടിന്റെ ആ ഭാഗം മുഴുവനായിട്ടും ഒരു പ്രത്യേകതരം കമാൻഡേഴ്സ് വന്നിട്ട് വളയാണ്. അപ്പൊ തന്നെ സ്റ്റീഫൻ കയ്യിലുണ്ടായിരുന്ന പ്രിഡേറ്ററിന്റെ ആ ഒരു ഗണ്ണ് എടുക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു ഗണ്ണ് താഴെയിട്ട് അത് അവർക്ക് കൈമാറാൻ വേണ്ടി പറയാണ്. അവരോട് എതിരിട്ട് നിൽക്കാനൊന്നും സ്റ്റീഫൻ നിന്നില്ല കേട്ടോ. ആ ഒരു ഗണ്ണ് അവർക്ക് കൊടുക്കുകയാണ്. മാത്രമല്ല ഇപ്പൊ വന്ന പട്ടാളക്കാർ ഇവരൊന്നും ചെയ്യുന്നില്ല. മാത്രമല്ല ഇവർക്ക് വേണ്ട മെഡിക്കൽ സപ്പോർട്ട് കൂടെ കൊടുക്കുന്നുണ്ട്. എന്തായാലും ഇത്രയും വലിയൊരു അപകടത്തിൽ നിന്നും ആ ഒരു ടൗണിൽ നിന്നും ആകെ രക്ഷപ്പെട്ടത് റിക്കിയും സ്റ്റീഫനും അതുപോലെ തന്നെ കെല്ലിയും കെല്ലിയുടെ മകളായിട്ടുള്ള മോളിയാണ്. എന്തായാലും സിനിമയുടെ അവസാനം മറ്റൊരു കാര്യം കൂടെ നടക്കുന്നുണ്ട്. അതായത് കേണൽ സ്പെൽ ഉണ്ടല്ലോ, അയാളും വേറെ 2-3 പട്ടാള ജനറൽ ഇവരെല്ലാവരും കൂടെ ഏതോ വലിയൊരു പ്രൈവറ്റ് കമ്പനിയിലേക്ക് പോവാണ്. ഇവരുടെ കയ്യിൽ ഒരു സ്യൂട്ട് കേസ് ഉണ്ട്. പിന്നീട് ആ കമ്പനിയുടെ ഹെഡ് അല്ലെങ്കിൽ അതിന്റെ ഓണർ എന്ന് പറയാം ഒരു ലേഡിയാണ് അവരുടെ അടുത്തേക്ക് ഈ ഒരു പെട്ടി കൊണ്ടുവന്ന് വെക്കുകയാണ്. ആ പെട്ടി തുറന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അത് മറ്റൊന്നുമല്ല പ്രിഡേറ്ററിന്റെ ഗണ്ണായിരുന്നു. അതായത് എത്രയോ വലിയ ടെക്നോളജിയാണത്. ഇനി ആ ഒരു ടെക്നോളജി ഈ ലേഡിക്കും അവരുടെ കമ്പനിക്കും ഉള്ളതാണ്. ഈ കമ്പനിയുടെ പേരാണ് യുട്ടാനി കോർപ്പറേഷൻ. അപ്പൊ എന്താണ് യുട്ടാനി കോർപ്പറേഷൻ? ബാക്കിയുള്ള കഥകളൊക്കെ കേൾക്കാനായിട്ട് നിങ്ങൾക്ക് നല്ല താല്പര്യമില്ലേ? ഇതുമായി ബന്ധപ്പെട്ട ഒരു വെബ് സീരീസ് തന്നെ വന്നിരിക്കുകയാണ്. ജിയോ ഹോട്ട്സ്റ്റാറിൽ പോയാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണാം. പോയി കണ്ടോ കേട്ടോ. സീരീസിന്റെ പേര് ഏലിയൻ എർത്ത് എന്നാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ചാനൽ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.